السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد، اللهم اغفر لنا وارحمنا ولوالدينا مشايخنا ولأساتذتنا وبارك في الدارين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. പ്രിയ സഹോദരങ്ങളെ, ബുധനാഴ്ച ചെറിയ സൗകര്യമുള്ളത് കൊണ്ട് നമ്മുടെ ദർസ് നടന്നില്ല. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല തൗഫീഖ് ചെയ്താൽ ഈ ആഴ്ചയോടുകൂടി ഏകദേശം ഈ ഖുലാസ ദർസ് അവസാനിക്കാൻ പോവുകയാണ്. ബഹുമാനപ്പെട്ട ബാവസ്താദ് വരുന്ന 1-ാം തീയതി ഖുലാസ ദർസ് ദുആ ചെയ്യുന്ന പരിപാടിയിൽ പങ്കെടുക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട്. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇന്ന് സാക്ഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് ഓതാനുള്ളത്. സാക്ഷികൾ ആരായിരിക്കണം? സാക്ഷികൾ ഏതൊക്കെ കാര്യത്തിന് ആരൊക്കെയാണ് സാക്ഷി നിൽക്കേണ്ടത് എന്ന് തുടങ്ങിയ ചെറിയ ഒരു പരിചയപ്പെടൽ. വിശദമായി പഠിക്കേണ്ട വിഷയമാണ്. അതൊക്കെ ഉയർന്ന കിതാബുകളിൽ പറയുന്ന കാര്യങ്ങളാണ്. ഇവിടെ അതിനെ സംബന്ധിച്ചുള്ള ഒരു ചെറിയ ലഘു പരിചയം മാത്രമാണ് ഉള്ളത്. ഇൻഷാ അല്ലാഹ്. അപ്പോ ആമുഖം പറഞ്ഞു നീട്ടുന്നില്ല, കുറച്ച് ഭാഗം നമുക്ക് ഓതാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വബിഹി നസ്തഈൻ. അശ്ശഹാദാതു, അങ്ങനെ വിഷയം തുടങ്ങുന്നു. അശ്ശഹാദാതു, ഷഹാദത്ത് എന്ന സാക്ഷി നിക്കല്, അതിന് ജമ്മാണ് ഷഹാദാത്ത് എന്നത്. തഹമ്മുലു ഷഹാദത്തി വ അദാഉഹാ ഫർദു കിഫായത്തിൻ, അങ്ങനെ തുടങ്ങുന്നത്. തഹമ്മുലു ഷഹാദത്തി, സാക്ഷ്യം, ഒരു വിഷയത്തിന്റെ സാക്ഷി ആവൽ, അത് ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ സാക്ഷി ആവുക. ഒരു പ്രശ്നത്തിന് ഉദാഹരണം, നിക്കാഹ് നടക്കുകയാണെങ്കിൽ അതിന് 2 യോഗ്യരായ ആളുകൾ സന്നിഹിതരായി ആ കാര്യത്തിന് സാക്ഷി ആവുക. അതല്ലെങ്കിൽ ഒരു സാധനം വിൽക്കുകയോ വാങ്ങുകയോ ഒക്കെ ആണെങ്കിൽ ആ കാര്യത്തിന് സാക്ഷിയാവുക. പിന്നെ അദാഉഹ, ആ സാക്ഷ്യം നിർവഹിക്കൽ, അതായത് സംഗതി നടക്കുമ്പോൾ സാക്ഷി ആയത് പിന്നെ കോടതിയിലോ അതുപോലെ ആവശ്യമാവുന്ന സന്ദർഭങ്ങളിൽ നേരത്തെ സാക്ഷിയായ വ്യക്തികൾ ആ സാക്ഷ്യം പറയേണ്ടടുത്ത് പറയുക, അതാണ് നിർവഹിക്കുക എന്ന് പറഞ്ഞത്. ഇത് രണ്ടും. അപ്പൊ സാക്ഷിയാവേണ്ട കാര്യങ്ങൾക്ക് അർഹതപ്പെട്ട ആളുകൾ സാക്ഷിയാവലും ആ സാക്ഷ്യം പിന്നെ പറയേണ്ട സ്ഥലത്ത് പറയലും രണ്ടും ഫർദു കിഫായത്തിൻ, മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചത് ഫർദു കിഫായിയായ ബാധ്യതയാണ്. കാരണം അർഹതപ്പെട്ട പലരും ഉണ്ടാവുമ്പോ ആരെങ്കിലും അക്കാര്യം ചെയ്താൽ മതി എന്ന നിലക്കാണ് ഞാൻ പറഞ്ഞത്. അതായത് ഇനി ഫൈലം യകുൻ അഹ്ലൻ, ഫൈലം യകുൻ അഹ്ലൻ ലിദാലിക, ഇങ്ങനെ സാക്ഷി ആവാനും ആ സാക്ഷ്യം ആവശ്യമാവുന്ന സ്ഥലത്ത് നിർവഹിക്കാനും
ഇല്ലെങ്കിൽ ഇല്ലാഹുവ ഒരു നിശ്ചിത വ്യക്തിയല്ലാതെ ആ പ്രദേശത്ത് ആ വിഷയത്തിന് സാക്ഷിയാവാൻ പറ്റുന്നതായിട്ട് ഈ വ്യക്തി തന്നെയുള്ളൂ. അല്ലെങ്കിൽ ആ സംഗതി കണ്ട അനുഭവസ്ഥനായ സാക്ഷി ഈ ഒരു വ്യക്തിയേ ഉള്ളൂ. അങ്ങനെ വരുന്ന സമയത്ത് തായ്യനരിഹി ആ വ്യക്തിയുടെ മേൽ സാക്ഷിയാവലും ആ സാക്ഷി പറയലും ഫർളൈനാവും. അപ്പോ ഒരു സംഗതിക്ക് സാക്ഷി നിൽക്കേണ്ടി വന്നാൽ ആ സാക്ഷി നിൽക്കലും അത് പിന്നീട് നിർവഹിച്ച് കോടതിയിലോ മറ്റോ പറയേണ്ട സാഹചര്യം വന്നാൽ അത് പറയലും ധാരാളം ആളുകളുള്ള സാഹചര്യത്തിൽ ഫർള് കിഫായി അല്ല, ഒരു നിശ്ചിത വ്യക്തികൾ മാത്രമേ ഉള്ളൂ എങ്കിൽ അവരെ സംബന്ധിച്ച് ഫർളായി. ആട്ടെ, നമ്മള് സഖാഫി ഉസ്താദ് ഇല്ലേ, സാധാരണ പബ്ലിക്കിൽ അടിക്കുന്ന ഒരു സഖാഫി ഉസ്താദ് ഉണ്ടല്ലോ, അബ്ദുൽ ഉസ്താദ്, ആ സ്ഥലത്തില്ല എന്നാ പറയുന്നത്. ആണ് പ്രശ്നം. നിക്കോട്ടെ, അടിക്കാൻ വേറെ ആർക്കെങ്കിലും സൗകര്യമുള്ളവരുണ്ടെങ്കിൽ അടിച്ചാൽ നല്ലതാണ്, ഇല്ലെങ്കിൽ ഇങ്ങനെ കാണാൻ പാടൊന്നും ചെയ്യാം. ഉണ്ടാവുമ്പോ ഒരു റാഹത്താണ് മാത്രം. ഇപ്പോ സാക്ഷി ആവലും സാക്ഷി പറയലും അടിസ്ഥാനപരമായി ഫർള് കിഫായി ആണ് അതിന്റെ വിധിയെങ്കിലും പ്രത്യേക സാഹചര്യത്തിൽ ഒരു നിശ്ചിത വ്യക്തികൾ മാത്രമേ ഈ സംഗതിക്ക് സാക്ഷി നിൽക്കാൻ അർഹതപ്പെട്ടവരുള്ളൂ, അല്ലെങ്കിൽ ആ സംഗതിക്ക് സാക്ഷിയായവരുള്ളൂ, അത് പറയേണ്ട സാഹചര്യത്തിൽ ഇവർ മാത്രമേ ഉള്ളൂ എന്ന് വന്നാൽ ഫർളായിനാവുകയും ചെയ്യും. ഇനി വശഹാദത്തു, ഷഹാദത്ത് എന്ന വാക്ക് ലോകത്തൻ ഭാഷാർത്ഥത്തിൽ ഷഹാദത്ത് എന്ന് പറഞ്ഞാൽ അൽ ഇത്ലാഉ വൽ മുആയനത്തു, കാണുക എന്നുള്ള അർത്ഥത്തിലാണ്. ഇത്ലാ എന്ന് പറഞ്ഞാൽ തന്നെ അവൻ വെളിവായി അറിയാന്ന് പറഞ്ഞാൽ അതിന്റെ ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാണ് മുആയനത്ത്, നേരിൽ ദൃക്സാക്ഷിയാവുക. അതിനാണ് ഭാഷയിൽ ഷഹാദത്ത് എന്ന് പറഞ്ഞാൽ. അപ്പൊ കണ്ണുകൊണ്ട് കണ്ട് അല്ലെങ്കിൽ കേൾക്കുന്നതാണെങ്കിൽ ചെവി കൊണ്ട് കേട്ട് നേരിട്ടറിയുന്നതിനാണ് ഷഹാദത്ത് എന്ന് ഭാഷയെ പറയാം. എന്നാൽ ശർഅൻ ഷഹാദത്ത് എന്ന് പറഞ്ഞാലോ ഇഖ്ബാറുൻ അൻ ഷൈഇൻ, ഒരു കാര്യത്തെ പറ്റിയിട്ടുള്ള വിവരം പറയലാണ്. ബിലഫ്ദിൻ ഖാസിൻ, അഷ്ഹദു എന്ന് തുടങ്ങുന്ന പ്രത്യേക വാക്കുകൊണ്ട് ഒരു കാര്യത്തെ സംബന്ധിച്ചുള്ള വിവരം പറയലിനാണ് ഷഹാദത്ത് എന്ന് പറയാം. സഭയിൽ അങ്ങനെ ഒരു കൈത ഏറുണ്ട്. ഒരു കാര്യത്തെ പറ്റി ഇത്ര തന്നെയാണ്, പക്ഷെ അതെന്തായിരിക്കണം, ഈ ഇത്ര ചെയ്ത സംഗതിയെ സംബന്ധിച്ച് വിവരം പറയണം. ആ പറയാൻ ഉപയോഗിക്കുന്ന വാക്ക് തന്നെ അഷ്ഹദു കൊണ്ട് തുടങ്ങുന്നതായിരിക്കുകയും വേണം എന്നർത്ഥം. അർക്കാനുഹ, ഷഹാദത്തിന്റെ ഘടകങ്ങൾ ഹംസത്തുൻ, അഞ്ചാവുന്നു. 5 ഘടകങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഷഹാദത്ത്. ഒന്ന് ഷാഹിദ്, സാക്ഷി നിൽക്കുന്ന വ്യക്തി. 2 മഷ്ഹൂദ് ലഹു, ആർക്ക് വേണ്ടിയാണോ സാക്ഷി നിൽക്കുന്നത് എങ്കിൽ ആ വ്യക്തി. വമഷ്ഹൂദ് അലൈഹി, ആർക്കെതിരിലാണോ സാക്ഷി നിൽക്കപ്പെടുന്നത് അവര്. അപ്പൊ അതായത് 2 കക്ഷികൾ തമ്മിലുള്ള പ്രശ്നത്തിലാണ് ഈ സാക്ഷി വരിക. അപ്പോ 2 കക്ഷികൾ എന്ന് പറയുമ്പോൾ ഇയാള് പറഞ്ഞതിനെതിരെ മറ്റോരും, മറ്റേ ആള് പറഞ്ഞതിനെതിരെ ഇയാളും പറയുമ്പോഴല്ലേ ഇപ്പൊ ഒരു സാക്ഷിക്കേണ്ട സാഹചര്യം വരുള്ളൂ. അപ്പൊ അത് സ്വാഭാവികമായും ഒരാൾക്ക് അനുകൂലമായി വരുമ്പോൾ സ്വാഭാവികമായും മറ്റേയാൾക്ക് പ്രതികൂലമായിരിക്കും. അതുകൊണ്ടാണ് മഷ്ഹൂദ് ലഹു മഷ്ഹൂദ് അലൈഹിം 2 പറഞ്ഞത്. ഇനി മഷ്ഹൂദ് ബിഹി, എന്ത് സംഗതിയാണോ സാക്ഷി വഹിക്കുന്നത്. ഉദാഹരണം, ഒരു പുരുഷനും ഒരു സ്ത്രീയും തമ്മിൽ നിക്കാഹ് നടന്നു, പിന്നീട് ആ വിഷയത്തിൽ തർക്കായി. അപ്പൊ ആ നിക്കാഹ് യഥാവിധി ഷർത്തനുസരിച്ച് നടന്നിട്ടുണ്ട് എന്നാണ് പുതിയാപ്പള വാദിക്കുന്നത്. പെണ്ണ് വാദിക്കുന്നത് ഷർത്തനുസരിച്ച് നിക്കാഹ് നടന്നിട്ടില്ല. ഉദാഹരണം, ഇവരെ സാക്ഷി പറയുന്ന വ്യക്തി ഈ പുതിയാപ്പളക്ക് അനുകൂലമായിട്ട് സാക്ഷി പറയണം, അവൻ മഷ്ഹൂദ് ലഹുവാണ്. പെണ്ണിനെതിരായിട്ടാണ് സാക്ഷി, അതായത് നിയമമനുസരിച്ച് ഷർത്തനുസരിച്ചുള്ള നിക്കാഹ് അല്ലാന്നാണല്ലോ ഓളെ വാദം. അതിനെതിരിൽ ഷർത്തനുസരിച്ചുള്ള നിക്കാഹ് ആണെന്ന് വാദിക്കും, അവൾക്ക് എതിരാണ് ഇക്കാരത്ത്. ഇനി മഷ്ഹൂദ് ബിഹി എന്താണ് സംഗതി? ഈ നിക്കാഹ്
ശറയിൽ അറിയപ്പെട്ട ഷർത്ത് അനുസരിച്ചാണ് നടന്നത് എന്നതാണ്. അതാ സംഗതി. മഷ്ഹൂദ്. ഇനി വസീഗ, സാക്ഷി ഉപയോഗിക്കാൻ പറയുന്ന വാക്ക്. അപ്പോ സാക്ഷി നിൽക്കുന്ന വ്യക്തി ആർക്ക് അനുകൂലമായിട്ടാണോ സാക്ഷി നിൽക്കുന്നത് അങ്ങനത്തെ ഒരു വ്യക്തി, ആർക്കെതിരാണോ സാക്ഷി നിൽക്കപ്പെടുന്നത് അങ്ങനത്തെ മൂന്നാമത്തെ ഒരു വ്യക്തി, മഷ്ഹൂദ് ബി എന്ത് സംഗതിക്ക് വേണ്ടിയിട്ടാണോ സാക്ഷി നിൽക്കപ്പെടുന്നത് വെച്ചാൽ നാലാമത്തെ കാര്യം, അഞ്ചാമത്തത് ഈ സാക്ഷ്യം പറയാൻ ഉപയോഗിക്കുന്ന വാക്ക്. ഇങ്ങനെ 5 ഘടകങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ശറഇലെ ഷഹാദത്ത്. എന്നാൽ വഹിയ ഈ സീഗ, ശറഇൽ ഉപയോഗിക്കാൻ വേണ്ടതായ സീഗ എന്താണ്? സാക്ഷി പറയാൻ ഉപയോഗിക്കേണ്ട സീഗ ലഫ്ളു അഷ്ഹദു. അഷ്ഹദു എന്ന ഷഹാദത്തിൽ നിന്നിട്ടുള്ള ലഫ്ള് തന്നെ വേണം. ലാ ഗൈറു, എനിക്കറിയാ, അലമു അല്ലെങ്കിൽ അദുന്നു എന്ന് തുടങ്ങി എനിക്കറിയാം, ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നിങ്ങനെ തുടങ്ങിയിട്ടുള്ള വാക്കുകളൊന്നും ഉപയോഗിച്ചാൽ പോരാ. അഷ്ഹദു, ഞാൻ സാക്ഷി നിൽക്കുന്നു എന്ന് ഷഹാദത്തിന്റെ വാക്ക് തന്നെ ഉപയോഗിച്ചു കൊള്ളണം എന്ന. ലാസ്റ്റ് അത് കുറച്ച് പറയാനുള്ളതുകൊണ്ട് അതിൽ ലാസ്റ്റുള്ള 5ാമത്തെ റുക്കിന് ആദ്യം പറഞ്ഞു മാത്രം. ഇനി തൽക്കെന്ന് പറയാം. ഷാഹിദി, സാക്ഷി നിൽക്കുന്ന വ്യക്തിക്ക് ഷർത്താണ്. ആരാണോ സാക്ഷി പറയുന്നെങ്കിൽ ആ സാക്ഷിക്കുള്ള ഷർത്ത് കൗനുഹു മുസ്ലിമാ. ശറഈയായ ഒരു വിഷയം തീരുമാനിക്കാൻ വേണ്ടി ഒരു കോടതിയിൽ സാക്ഷി പറയണമെങ്കിൽ ആ സാക്ഷി മുസ്ലിം ആയിക്കൊള്ളണം എന്നാണ് ഷർത്ത്. മുസ്ലിം അല്ലാത്ത ആളുകളുടെ സാക്ഷ്യം സ്വീകരിക്കില്ല എന്നാണ് ഷാഫി മദ്ഹബ്. ഹംബലി മദ്ഹബിൽ ചില പ്രത്യേക സാഹചര്യത്തിൽ സ്വീകരിക്കാം എന്നാണ്. മുസ്ലിം ആയാലും പോലെ ഹുർറൻ, സ്വതന്ത്രനാവണം, അടിമ സാക്ഷ്യം പറഞ്ഞാൽ പറ്റൂല. അതുപോലെ മുക്കല്ലഫൻ, പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ളവനാവണം. കുട്ടികളോ ബുദ്ധിയില്ലാത്തവരോ സാക്ഷി പറഞ്ഞാൽ പറ്റൂല. മാത്രം പോരാ, അതിലൻ, അതിലായിരിക്കണം. അതിൽ ആരാണെന്ന് വിശദമായിട്ട് പറയും. അഥവാ വൻദോഷം ചെയ്ത് ഫാസിഖാകാനും പാടില്ല, പതിവായി ചെറുദോഷം ചെയ്യുകയോ ഇവയും അതോടുകൂടി സ്വാലിഹായ അമലുകൾ വളരെ കൂടുതൽ ചെയ്യാതിരിക്കുകയും ചെയ്യാം. എന്നാ പതിവായി ചെറുദോഷം ചെയ്യുന്ന ഒരാളാണെങ്കിൽ വളരെ കൂടുതൽ സ്വാലിഹായ അമലുകൾ ഉണ്ടെങ്കിൽ അയാള് അതിൽ തന്നെയാണ്. സ്വാലിഹായ അമലുകൾ അത്ര കൂടുതലില്ല, അതോടുകൂടി ചെറുദോഷം പതിവായി ചെയ്യുന്ന ആളാണെങ്കിലോ അയാളെ സാക്ഷിക്ക് പറ്റൂല. അപ്പൊ വൻദോഷം ചെയ്താൽ ഏതായാലും ഫാസിഖ് തന്നെയാണ്. ചെറുദോഷം ചെയ്യുന്നവൻ പതിവായി ചെയ്യുന്നുണ്ട്, അതോടുകൂടി സ്വാലിഹായ അമലുകൾ ധാരാളമായി വർദ്ധിപ്പിക്കുന്നുമില്ല എങ്കിൽ അപ്പോഴും ഫാസിഖാവും. അതില് ഫാസിഖ് അല്ലാതിരിക്കുക അർത്ഥം. നാത്തിഖൻ, അതോടുകൂടി സംസാരശേഷിയുള്ളവനായിരിക്കണം. പൊട്ടനാണ്, നന്നായി ഇശാറത്ത് ചെയ്യാൻ കഴിയും, പക്ഷേ അത് സാക്ഷിക്ക് പറ്റൂല. പിന്നെ റഷീദായിരിക്കണം. അതായത് ബുദ്ധി ഉണ്ടായാലും പോരാ, കാര്യബോധവും ഉത്തരവാദിത്വ ബോധവും കാര്യശേഷിയും ഒക്കെ വേണം. മുത്തയക്കിറൻ, നല്ല ഉണർവുള്ളവനായിരിക്കണം എന്നല്ല, ഒരു വയന്ന അങ്ങനെ ഉണ്ടല്ലോ, ഒരു വേണ്ടത്ര കാര്യശേഷിയിൽ ഒരു ഉണർവില്ല, അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു വിശദീകരണം വരും. അങ്ങനത്തെ ആള് പറ്റൂല. അതോടുകൂടി ദോഹുകൾ മുറുവത്തി, അതിലായാലും പോരാ, പ്രത്യക്ഷത്തിൽ തന്നെ മാന്യനായിരിക്കണം. അമാന്യമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആള് ഫാസിഖല്ലെങ്കിൽ പോലും സാക്ഷിയാകുകയും അതോടുകൂടി സ്വാലിഹായ അമലുകൾ കുറയുകയും ചെയ്തിട്ടും അങ്ങനെയില്ല, അതൊക്കെ റെഡിയാണ്. പക്ഷേ ഒരു മാന്യതക്കുറവുള്ള ചില വാക്കിലും പ്രവൃത്തിയിലും സ്വഭാവത്തിലും ഒക്കെ അമാന്യമായ പെരുമാറ്റം, അവനെയും സാക്ഷിക്ക് പറ്റൂല. അതോടുകൂടി ഓരോ മുത്തഹമിൻ, ഈ സാക്ഷി പറയുന്ന വ്യക്തി ഈ പ്രശ്നത്തിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നവനാകരുത്. എന്ന് പറഞ്ഞാൽ വല്ല ദുരുദ്ദേശവും ഈ സാക്ഷി പറയുന്നതിലൂടെ തനിക്ക് നല്ല നേട്ടവും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണോ എന്ന തുഹുമത്തുള്ളവൻ ആവാൻ പാടില്ല. എല്ലാം ഒത്ത ആളാണ്, നല്ല സ്വാലിഹാണ്, കാര്യത്തിൽ നല്ല മാന്യനാണ്, ഒക്കെയാണ്, കാര്യബോധമുള്ളവനാണ്, വളരെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ ഒക്കെയാണെങ്കിലും
ഇയാൾക്ക് ഇതിന് എന്താണെന്തോ മെച്ചണ്ടോ, ഇയാൾക്ക് വല്ല ഗുണത്തിന് വേണ്ടിയിട്ടാണോ എന്ന് തുഹമത്ത് വരുന്ന സാഹചര്യത്തിലും വരാൻ പാടില്ല. അതോടുകൂടി ബസീറൻ ഫിൽ മുബ്സരി, കാണപ്പെടേണ്ട കാര്യങ്ങളാണെങ്കിൽ കാഴ്ചയുള്ളവനായിരിക്കണം. സമീഅൻ ഫിൽ മസ്മൂഇ, കേൾക്കപ്പെടുന്ന കാര്യത്തിലാണെങ്കിൽ കേൾവിശേഷിയുള്ളവനായിരിക്കും വേണം. അപ്പോ മുസ്ലിമാകുക, സ്വതന്ത്രനാകുക, മുക്കല്ലഫതായ പ്രായപൂർത്തിയും ബുദ്ധിയും ഉള്ളവനാകുക, അതില് നല്ലവനായിരിക്കുക, സ്വാലിഹി നാത്തിഖൻ സംസാരശേഷിയുള്ളവനാവുക, റഷീദൻ കാര്യബോധമുള്ള ഉത്തരവാദിത്വ ബോധമുള്ളവനായിരിക്കുക, മുസ്തയഖിവൻ നല്ല കാര്യത്തിൽ ഉണർവുള്ളവനായിരിക്കുക, ബാഹിറുൽ മുറുവത്തി മാന്യത പ്രത്യക്ഷമായ മാന്യതയുള്ളവനായിരിക്കുക, തുഹമത്ത് വെക്കപ്പെടുന്നവനല്ലാതിരിക്കുക, കാണേണ്ട കാര്യങ്ങളാണെങ്കിൽ കാഴ്ചയും കേൾക്കേണ്ട കാര്യത്തിൽ കേൾവിയും ഉള്ളവനായിരിക്കുക. ഇങ്ങനെ 10 അല്ലെങ്കിൽ 11 ഷർത്തുകളാണ് സാക്ഷി പറയാൻ ഉള്ളത്. ഞാൻ അതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളെ വിശദീകരിക്കാം. വാഹിറുൽ മുറുവത്താവണം എന്ന് പറഞ്ഞല്ലോ. എന്താണ് ഈ മുറുവത്ത്? വൽ മുറുവത്തു, മാന്യത എന്ന് പറഞ്ഞാൽ തെർക്കുൽ അദ്നാസി ഉർഫൻ, ഒരു നാട്ടു നടപ്പനുസരിച്ച് താന്നതെന്ന് പറയുന്ന സ്വഭാവശീലങ്ങളെ ഒഴിവാക്കുക. അതിപ്പോ ഹറാമും കുറ്റൊന്നുമല്ല, ഒരു താന്ന സ്വഭാവം എന്ന് പരിഗണിക്കപ്പെടുന്ന. അപ്പൊ അത് ഉർഫൻ പറയാൻ കാരണം എല്ലാവർക്കും ഒരു പൊതു നിയമമല്ല. ഒരു നാട്ടിന്റെ നടപ്പും സ്വഭാവവും ആചാരവും അനുസരിച്ച് താന്നതെന്ന് തോന്നുന്ന അല്ലെങ്കിൽ താന്നതെന്ന് ജനങ്ങൾ കണക്കാക്കുന്ന സ്വഭാവം, പ്രവൃത്തി, വാക്ക് പോലത്തത് ഇല്ലാതിരിക്കലാണ് മുറുവത്ത്. ഉദാഹരണ സാമ്പിൾ പറയാ, കൽ അഖിലി ഫിസ്സൂഖീന, ഒരാള് അങ്ങാടി കൂടെ ഇങ്ങനെ ഭക്ഷിച്ച് നടക്കുക, വശുർബി ഫിസ്സൂഖ്, അതുപോലെ തന്നെ അങ്ങാടി കൂടെ വല്ലതും കുടിച്ചുകൊണ്ട് നടക്കുക. അത് അങ്ങാടിയിൽ സ്ഥിരമായിട്ട് ജോലിയുള്ള പോർട്ടർമാര്, അതുപോലെ തന്നെ ക്ലീനിങ്ങുകാര് തുടങ്ങി അങ്ങാടിയിൽ തന്നെ ജോലിയും ഏർപ്പാടും ഒരു ജീവിക്കുന്നവരെ സംബന്ധിച്ച് അതിൽ മാന്യത കുറവില്ല. അതേ സമയത്ത് ഒരു മാന്യനായ ഒരു വ്യക്തി അയാൾ അങ്ങാടി കൂടെ ഇങ്ങനെ ഒരു സാൻഡ്വിച്ചും വാങ്ങി, ഒരു ഗ്ലാസ് അസീറും വാങ്ങി, ഇങ്ങനെ റോട്ടിൽ കൂടെ നടന്ന് ആ സാൻഡ്വിച്ച് കടിച്ചു തിന്നണമുണ്ട്, ഈ ജ്യൂസ് കുടിക്കണമുണ്ട്, ആള് നല്ലൊരു മൂല്യാല. അത് അയാളെ സംബന്ധിച്ച് മാന്യതക്കേടാണ്. അയാൾ അതിൻ്റെതായ ഒരു നല്ല ഷോപ്പിൽ കയറി, കൂൾബാറിലോ ഹോട്ടലിലോ കയറി മാന്യമായ ഒരു സ്ഥലത്ത് ഇരുന്ന് അവിടെ നിന്ന് കഴിക്കണം. അതാണ് അയാളെ മാന്യത. അതേ സമയത്ത് അവിടെ ജോലിയായിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ആളാണ്, അയാൾക്ക് ഇപ്പൊ ഇങ്ങനെ ഇരുന്ന് തന്നെ വെച്ചോളാൻ സാധിക്കൂല. അപ്പൊ ആൾക്കനുസരിച്ചാണിത്. മറ്റൊരു രൂപം വൽ മഷൂഫീഹി, അങ്ങാടി കൂടെ ഒരാൾ ഇങ്ങനെ നടക്കുക, മക്സൂഫർ റസി, തലയും തുറന്നിട്ടിട്ട്. അതും പറഞ്ഞ മാന്യന്മാരെ സംബന്ധിച്ചാണ്. ഒരു മാന്യനായ വ്യക്തി, ഒരു മൂല്യാര് നോട്ടിക്കൊള്ളു കാരണം, അല്ലെങ്കിൽ നാട്ടിൽ ഒരു ബഹുമാനിക്കപ്പെടുന്ന ഒരു വ്യക്തി, അയാൾ തലയിൽ തൊപ്പിയിട്ടിട്ടില്ല, തലയെക്കെട്ടും കെട്ടിയിട്ടില്ല, തലയും തുറന്നിട്ട് ഇങ്ങനെ കണ്ട മൗദൂദികളെ പോലെ ഏക്കറ്റ് ഇങ്ങനെ അങ്ങാടി കൂടെ നടക്കുക. അത് മൗദൂദികളുടെ ഐഡന്റിറ്റിയാണ്, തല മറക്കാതിരിക്കുക. പിന്നെ പകർച്ചവ്യാധിയാണല്ലത്. ഏത് രോഗങ്ങളും ഇങ്ങനത്തെ ദോഷങ്ങളൊക്കെ പകർച്ചവ്യാധികളാ. അപ്പോ മൗദൂദികൾ ഇതിങ്ങനെ കൊണ്ടിറക്കണപ്പം പുതിയ കുട്ടി വഹാബികൾക്കും ഒരു പൂതി തോന്നി, അത് തരക്കേടില്ലല്ലോ. അങ്ങനെ ഓരും ആ കൂട്ടത്തിൽ ഇപ്പൊ പെട്ടു. ഈ രണ്ടു കൂട്ടരോട് ഇങ്ങനെ നടക്കണ കണ്ടപ്പോ നമ്മളെ ചില കൊരങ്ങൻ അനുകരണക്കാരുണ്ട്. ആള് നല്ല സുന്നി തന്നെയാണ്, പക്ഷെ ഇതൊരു പരിഷ്കാര. കാരണം എന്താ? പരിഷ്കാരത്തിന്റെ ശരിയായ ആൾക്കാര് മൗദൂദികളാണ്. ഓരോ കണ്ട് മറ്റേ കൂട്ടരാവുന്ന അന്തംഗമ്യകളും ആ കൂട്ടത്ത് കൂടിയില്ല. അപ്പൊ തരക്കടില്ലത് എന്ന് എഴുതിയിട്ട് നമ്മളെ ചില സാധു കുട്ടികളും തല മറക്കാതെ ഇങ്ങനെ തൊള്ളിയും കാട്ടി നടക്കുക. സാക്ഷി പറയാൻ പറ്റൂല. അതാണ് അങ്ങാടി കൂടെ തലയും തുറന്നിട്ട് മാന്യന്മാര് നടക്കുക എന്ന് പറയുന്നത് മുറുവത്ത് കേടാണ്, അമാന്യമായ പെരുമാറ്റമാണ്. അവൻ സാക്ഷി പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇതൊന്നും ഇപ്പൊ ഹറാമായ കാര്യമല്ല. പെരുമാറ്റത്തിൽ മാന്യത കുറവ്, അമാന്യമായി പെരുമാറുക എന്നർത്ഥം. ഖുബുലത്തി ഹരീലത്തിഹി,
ബിഹളത്തിന്നാൾ, സ്വന്തം ഭാര്യയെ തന്നെ ജനങ്ങളുടെ മധ്യയെ വെച്ചുകൊണ്ട് ചുംബിക്കുക. അതെന്താ? സ്വന്തം ഭാര്യയെ ചുംബിക്കൽ ഇപ്പൊ ഹറാമായ കാര്യമൊന്നുമല്ല. അതിനിപ്പോ ആളെടെ കൊണ്ടുപോകണോ? അതായത് ഈ പടിഞ്ഞാറുകാരെ അതുപോലെ തന്നെ ഇംഗ്ലീഷുകാരെ അനുകരിക്കുന്ന ഒരു സ്വഭാവമാണ്. ആളിടയിൽ വെച്ചിട്ട് സ്വന്തം ജീവിതത്തിൽ വേണമെങ്കിൽ കീരിയും പാമ്പും പോലെ ഇക്കാരം, എന്നിട്ട് വല്ല സൽക്കാരങ്ങളോ അല്ലെങ്കിൽ പൊതുചടങ്ങുകളോ ഒക്കെ ഉണ്ടാകുമ്പോൾ അവിടെ വെച്ചിട്ട് പരസ്യമായിട്ട് ഭാര്യയും ഭർത്താവും ചുംബിക്കുക. അങ്ങനത്തെ ഹറാമല്ലെങ്കിൽ പോലും, ഹറാമാകുന്ന സാഹചര്യം ഉണ്ടാവും വേറെ വിഷയം, ഹറാമല്ലാത്ത സാഹചര്യത്തിൽ പോലും പരസ്യമായി ചുംബിക്കുന്നത് മാന്യത കുറവാണ്. അത് അതിൻ്റെതായ സ്വകാര്യ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. അത് ആ സ്വകാര്യ ജീവിതത്തിൽ ഉപയോഗിക്കേണ്ടതാണ്. ഇനി അതുപോലെ തന്നെ ഇക്സാറു മുദ്ഹിക്കിൻ, എപ്പോഴും വിറ്റ് പറഞ്ഞുകൊടുക്കുക, ചിരിപ്പിക്കുന്ന കാര്യം. അങ്ങനെ ചില ആളുകൾക്കുണ്ട് പ്രകൃതിയ, ചിലപ്പോ ഇടക്കൊക്കെ എന്തെങ്കിലുമൊക്കെ പറയാ തമാശ പറഞ്ഞിട്ട് ചിരിക്കാൻ. കാരണം എന്താ വെച്ചാൽ എപ്പോഴും ഇങ്ങനെ മസിൽ പിടിച്ചു നിൽക്കുമ്പം ജീവിതത്തിന് തന്നെ ഒരു പിരിമുറുക്കം കൂടും. ആവശ്യത്തിന് ചുരുക്കം ചില സന്ദർഭത്തിലൊക്കെ ചില തമാശകളൊക്കെ മഹാന്മാരായ സ്വഹാബാക്കളുടെ ജീവിതത്തിൽ വരെയൊക്കെ കാണാം. ചില തമാശകൾ പറഞ്ഞതും ചെയ്തതും ഒക്കെ ആയിട്ട് അതുകൊണ്ട് കേടില്ല. അതേ സമയത്ത് അത് ഇക്സാർ, അധികരിപ്പിക്കുക, എപ്പോഴും സ്ഥാനത്തും അസ്ഥാനത്തും ചിരിപ്പിക്കുക, അത് അമാന്യമാണ്. ഓനെ സാക്ഷി അറിയാൻ പറ്റൂല. അതല്ലെങ്കിൽ പാട്ട്, ഒരാൾ എപ്പോഴും പാട്ട് തന്നെ പാട്ട്, ആവശ്യമുള്ളവർക്ക് പാടണം, അർത്ഥവത്തായ പാട്ട്, അതുപോലെ തന്നെ വല്ല തത്വജ്ഞാനങ്ങൾ ഉൾക്കൊള്ളുന്നത്, അതുപോലെ തന്നെ മഹാന്മാരായ അമ്പിയ ഔലിയാക്കന്മാര് സ്വാലിഹീങ്ങളെ മദഹ് ചെയ്യുന്നത് തുടങ്ങി ആൾക്ക് തെറ്റില്ല. പക്ഷെ അതെന്നെ ഒരു തൊഴിലായിട്ട് ഒരു ശീലമായിട്ട് നടക്കുന്നത് മാന്യതയല്ല. അങ്ങനെ ഉറുഫൻ മാന്യത കുറവായി കാണിക്കുന്ന താന്ന കാര്യങ്ങൾക്കാണ്, ആ കാര്യങ്ങൾ വരാതെ സൂക്ഷിക്കുന്നതിനാണ് മുറുവത്തുണ്ടാവുക എന്ന് പറയുന്നത്. അപ്പൊ അത് എന്തിന്റെ മേലെയാണ്? നേരത്തെ പറഞ്ഞ അതിലാവുക എന്ന് പറഞ്ഞതിന്റെ മേലെയാണ്. അതിന്റെ വിപരീതത്തിൽ പറയുന്നത് ഫാസിഖ് ആവുകയാണ്. ഫാസിഖ് ആവുമ്പം തെറ്റ് ചെയ്തവനേ ആവുള്ളൂ. ഈ പറഞ്ഞ് മുറുവത്തിന്റെ അവിടെ തെറ്റ് വന്നുള്ളതില്ല. മാന്യമല്ലാത്ത വാക്ക്, പ്രവൃത്തി, പെരുമാറ്റം അതൊക്കെ മുറുവത്ത് നഷ്ടപ്പെടുത്തും. വല്ലദാലത്തു, ഒരു സാക്ഷി അതിലാവുക എന്ന് പറഞ്ഞാൽ എന്താ? അദാലത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഇജ്തിനാബു കബീറത്തിൻ, ഒന്ന് വൻദോഷത്തെ ഉപേക്ഷിക്കുക. വൻദോഷം ചെയ്താൽ ഫാസിഖാവും. ഉദാഹരണം, ഒരൊറ്റ നിസ്കാരം ശറഈയായ കാരണം കൂടാതെ ഒരു ഖള ആക്കി, എന്നാൽ അതോടുകൂടി ആള് ഫാസിഖായി തീർന്നു. ഇനി തൗബ ചെയ്ത് നന്നാവണം. അതല്ലെങ്കിൽ ചെറുദോഷത്തിന്റെ മേൽ പതിവാക്കൽ, അധികരിപ്പിക്കുക എന്നർത്ഥം. പക്ഷേ ചെറുദോഷം പതിവാക്കി എന്നതുകൊണ്ട് മാത്രം ഒരാൾ ഫാസിഖാവൂല. എപ്പം വേണം? മാനം തൗലബ് സ്വാഹിറുഹു ത്വാഅത്തുഹു, ഈ ചെറുദോഷത്തേക്ക് നിഷ്പ്രഭമാക്കുന്ന നിലക്ക് ത്വാഅത്തുകൾ, സ്വാലിഹായ അമലുകൾ വളരെ കൂടുതൽ ഉണ്ട്. എന്നാൽ പിന്നെ ചെറുദോഷം പതിവാക്കിയത് കൊണ്ട് ഫാസിഖാവൂല. അപ്പൊ വൻദോഷം ചെയ്താൽ എന്തായാലും ഫാസിഖാവും, അതിലല്ലാതായിപ്പോവും. ചെറുദോഷം പതിവാക്കുകയും അതോടുകൂടി സ്വാലിഹായ അമലുകൾ ധാരാളമായി ചെയ്യാതിരിക്കുകയും ചെയ്യുമ്പോൾ അപ്പോഴും ഫാസിഖാവും. എന്നാ പിന്നെന്താ ഈ വൻദോഷം എന്ന് പറയുന്നത്? വൻദോഷം എന്ന് ഒരർത്ഥത്തിൽ നോക്കിയ എല്ലാ ദോഷങ്ങളും വൻദോഷം തന്നെയാണ്. അങ്ങനെ ചില അയിമ്മത്ത് പറഞ്ഞിട്ടുമുണ്ട്. കാരണം എന്താ? അള്ളാഹു വിരോധിച്ചൊരു കാര്യം അള്ളാഹുവിന്റെ കണ്ണ് മുന്നിൽ വെച്ച് അവന്റെ അറിവോട് കൂടി ചെയ്യാണല്ലോ. സർവശക്തനും സർവജ്ഞനുമായ റബ്ബിന്റെ കണ്ണ് മുന്നിൽ വെച്ച് അവൻ ചെയ്യരുതെന്ന് പറയുന്ന ഏത് കാര്യം ചെയ്താലും വലിയ ദോഷം തന്നെ. ആ അർത്ഥത്തിന് നോക്കുമ്പോൾ എല്ലാം വൻദോഷാണ്. എന്നാൽ ഖുർആനും സുന്നത്തിലും ദോഷങ്ങളെ രണ്ടായി വേർതിരിച്ച് പറഞ്ഞിട്ടുണ്ട്. ലമമ് എന്ന പേരിൽ ഇല്ലല്ലമ്മ എന്ന് ഖുർആനിൽ പറഞ്ഞ ചെറുദോഷങ്ങൾ വേർതിരിച്ച് പറഞ്ഞിട്ടുണ്ട്. ഹദീസുകളിൽ ധാരാളമായി രണ്ടും വേർതിരിച്ച് പറഞ്ഞിട്ടുണ്ട്.
ആ നിലക്ക് ചെറുദോഷമെന്നും വൻദോഷമെന്നും രണ്ട് തരത്തിൽ ദോഷമുണ്ട്. എന്നാൽ എന്താണ് ഈ വൻദോഷം? വൻദോഷങ്ങളിൽപ്പെട്ട ഏറ്റവും വലിയ സബീൽ മുബിഖാത്തിൽപ്പെട്ട ഈ വൻദോഷമുണ്ട്. അത് മാത്രമല്ല 70 700ഓളം വൻദോഷങ്ങളുണ്ട് എന്ന് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറഞ്ഞതായി കാണാം. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു തആല അൻഹു തങ്ങൾക്ക് തന്നെ കിതാബു സവാജിർ അൻ ഇഖ്തിറാഫിൽ കബായിർ എന്ന പേരിൽ 2 വോള്യങ്ങളുള്ള ഒരു വലിയ കിതാബ് തന്നെ ഉണ്ട്. നൂറുകണക്കിന് വൻദോഷങ്ങളെ മഹാനവറുകൾ അതിൽ എണ്ണി പറഞ്ഞിട്ടുണ്ട്. അപ്പോ അത് എണ്ണി പറഞ്ഞ ഏതായാലും ഇന്നതൊക്കെ എന്ന് പറയാൻ നമ്മളോട് കഴിയൂല. എന്താണ് അതിന്റെ മാനദണ്ഡം? പല ഇമാമിയങ്ങളും വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ട പ്രബലമായ ഒരു അഭിപ്രായം ഇവിടെ പറയുന്നു. വൽ കബീറത്തു, വൻദോഷം എന്ന് പറഞ്ഞാൽ ജരീമത്തുൻ, ഒരു കുറ്റകൃത്യമാണ്. കുറ്റകൃത്യം എന്നത് അള്ളാഹു റസൂൽ വിരോധിച്ച കാര്യം എന്നർത്ഥം. ഒരു കുറ്റകൃത്യം. എങ്ങനെയുള്ള കുറ്റകൃത്യം? തുഅ്ദിനു, ആ കുറ്റകൃത്യം അറിയിക്കുന്നു ബിഖില്ലത്തി ഇഖ്തിറാസി മുർതകിബിഹാ, ആ കുറ്റം ചെയ്ത വ്യക്തി കണക്കിലെടുക്കൽ കുറവാണ്, വിലവെക്കൽ കുറവാണ്, ബിദ്ദീൻ, പരിശുദ്ധ ദീനിനെ. അതായത് ഈ ചെയ്ത പാപം ചെയ്യുന്ന വ്യക്തി ദീൻ വിലവെക്കാത്തവനാണ് എന്ന് അറിയിക്കുന്ന തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾക്കാണ് വൻദോഷം എന്ന് പറയുക. അതുകൊണ്ട് എന്ത് മനസ്സിലായി? ആ മനസ്സിലായത് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ പല അയിമ്മത്തും വ്യത്യസ്തമായ രീതിയിലാണ് വൻദോഷം എന്നതിനെ പരിചയപ്പെടുത്തി. അതിൽപ്പെട്ട ഒന്നാണ്. അതിപ്പോ പെട്ടെന്ന് സാധാരണക്കാരന് കണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നതല്ല ആ പറഞ്ഞ അർത്ഥം. അതായത് ഒരു തെറ്റ് അള്ളാഹ് വിരോധിച്ചതെന്നുള്ളവർക്ക് എല്ലാം വൻകുറ്റം തന്നെ. പക്ഷേ ഈ വ്യക്തിയുടെ സ്വഭാവവും നടപടിയും കണ്ടാൽ അയാള് ചെയ്യുന്ന ആ തെറ്റ് ദീനിന് വിലക്കാത്തവർ. പ്രധാനം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാം ദീനിന്റെ റുക്നായി 5 റുക്നുകളെ നമുക്ക് നിർബന്ധമാക്കി. അതിൽ 2ാമത്തെ റുക്നും ദീൻ ഇസ്ലാമിന്റെ തൂണുമായി പരിഗണിക്കപ്പെടുന്ന നിസ്കാരം, ഫർള് നിസ്കാരം. ആ ഫർള് നിസ്കാരം നിസ്കരിക്കാത്തൊരു വ്യക്തി ദീൻ വിലവെക്കാത്തവനാണ്. പറഞ്ഞാൽ തൂണ് പോയാൽ പിന്നെ ആ കെട്ടിടം നിലക്കൂലല്ലോ. അപ്പൊ ഇസ്ലാമാവുന്ന കെട്ടിടം പൊളിഞ്ഞ് തകരുന്നത് തന്നെ ഓനെ സംബന്ധിച്ച ഒരു പ്രശ്നമല്ല എന്നല്ലേ നിസ്കാരം ഉപേക്ഷിക്കുന്നത് കൊണ്ട് മനസ്സിലാകുന്നത്. കാരണം എന്താ? ഓൻ ദീൻ നിലനിൽക്കണം എന്ന് താല്പര്യമുള്ള ആളാണെങ്കിൽ ദീനിന്റെ തൂണാവുന്ന, ദീനിനെ താങ്ങി നിർത്തുന്ന തൂണാവുന്ന നിസ്കാരം ഉപേക്ഷിക്കൂലല്ലോ. അപ്പൊ ഈ നിസ്കാരം ഉപേക്ഷിക്കുന്നത് കണ്ടാൽ തിരിയും ഈ വ്യക്തിക്ക് ദീൻ വിലവെക്കാത്ത ആളാണ്. ആ നിലക്കുള്ളത് തന്നെയാണ് ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ വില, അവന്റെ വില കൊടുക്കുന്നത് അവന്റെ ബുദ്ധിയാണ്. കാശ് കൊടുത്ത് മദ്യം വാങ്ങി കഴിച്ച് മനുഷ്യനെ മനുഷ്യനാക്കി തീർക്കുന്ന, ബുദ്ധി നശിപ്പിക്കുന്ന വ്യക്തി അവൻ ദീൻ വില വെച്ചിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ്. ഈ നിലക്ക് ഈ തെറ്റ് ചെയ്യുന്ന വ്യക്തി ദീൻ വില വെക്കാത്തവരാണ് എന്ന് ധ്വനിപ്പിക്കുന്ന രീതിയിലുള്ള കുറ്റങ്ങൾക്ക് വൻദോഷം എന്ന് പറയുന്നത്. പിന്നെ സാക്ഷിക്ക് 11 ഷർത്തുകൾ പറഞ്ഞ കൂട്ടത്തിൽ വൈറമുക്തഹം, തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നവനാകരുത്. ആള് നല്ല മനുഷ്യനാണ്, സ്വാലിഹാണ്, മാന്യനാണ്, അങ്ങനെ ഒന്നുള്ള കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷേ തുഹമത്തുണ്ടായാൽ അയാളുടെ സാക്ഷ്യം സ്വീകരിക്കൂല. അതെന്താണ് തുഹമത്ത്? ജറുനഫ്ഇൻ, ഈ സാക്ഷി പറയുന്നതിലൂടെ തനിക്ക് എന്തെങ്കിലും ഒരു ഉപകാരം നേടാൻ വേണ്ടിയിട്ടാണോ, ഔ ദഫ്ഇൻ അല്ലെങ്കിൽ തനിക്ക് എന്തെങ്കിലും ഒരു ഉപദ്രവം വരുന്നതിനെ തടയാൻ വേണ്ടിയിട്ടാണോ എന്ന് സംശയിക്കുന്ന സാഹചര്യത്തിൽ ആ സാക്ഷ്യം സ്വീകാര്യമല്ല. എന്ന് പറഞ്ഞാൽ മറ്റുള്ള നിബന്ധനകളൊക്കെ ഒത്തൊരു നല്ല സ്വാലിഹായ മനുഷ്യൻ ഒരു കേസിൽ സാക്ഷി പറയുന്നു. പക്ഷെ ഈ സാക്ഷി പറയുമ്പോൾ ഇയാളുടെ സാഹചര്യം നോക്കുമ്പോൾ ഒരു ആൾക്ക് തോന്നുക ഇയാളിപ്പോ എന്തിനാ സാക്ഷി പറഞ്ഞത്? ആ സാക്ഷി പറഞ്ഞുകൊണ്ട് അതിനനുകൂലമായിട്ട് വിധി വന്നാൽ അതുകൊണ്ടുള്ള ഗുണം അയാൾക്ക് തന്നെയാണ് കിട്ടുന്നത്. അതല്ലെങ്കിൽ ഈ കേസിൽ ഇയാൾ സാക്ഷി പറഞ്ഞില്ലെങ്കിൽ
ഈ കേസിന്റെ വിധി വരുമ്പം ഇയാൾക്ക് അതുകൊണ്ട് വലിയ ദോഷം വരും, ബുദ്ധിമുട്ട് വരും. അപ്പൊ തനിക്ക് വന്നേക്കാവുന്ന വററിനെ തടയാൻ വേണ്ടിയിട്ടോ തനിക്ക് വല്ല ഉപകാരവും ഒരുമിച്ച് കൂട്ടാൻ വേണ്ടിയിട്ടോ ആണ് ഇദ്ദേഹം സാക്ഷി നിൽക്കുന്നത് എന്ന് സംശയിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായാൽ ആ സാക്ഷ്യം സ്വീകാര്യമല്ല. ആള് മോശമായതുകൊണ്ടല്ല, അല്ലെങ്കിൽ ഇയാൾക്ക് അങ്ങനെ ഉദ്ദേശമുള്ളത് കൊണ്ടുമല്ല. അങ്ങനെ ഉദ്ദേശം ഉണ്ടാകാൻ സാധ്യത ഉണ്ടാകുക എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ ഫലാ തുഖ്ബലു, സ്വീകരിക്കപ്പെടുകയില്ല, ഷഹാദത്തു ഷഖ്സിൻ, ഒരു വ്യക്തി സാക്ഷി പറയൽ, ലി വലദിഹി, തന്റെ സന്താനങ്ങൾക്ക് വേണ്ടി, മക്കളാവാം, മക്കളാവാം, അതിന്റെ കീഴ്പ്പെട്ടുള്ള മക്കളാവാം, ഇങ്ങനെ മക്കൾക്ക് വേണ്ടിയിട്ട് മാതാപിതാക്കളോ ഔ വാലിദിഹി, അല്ലെങ്കിൽ ഇവൻ സാക്ഷി പറയുന്നത് ഇവന്റെ മാതാപിതാക്കളാവും തന്നെ, നേരെ പാപ്പ ഉമ്മാമ അങ്ങനെ വേപ്പെട്ടും പോകാം. അയാളുടെ പണ്ട് ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പടയങ്കി നഷ്ടപ്പെട്ട സമയത്ത് അതൊരു ജൂതന്റെ കയ്യിൽ കിട്ടുകയും ജൂതൻ അത് വിൽക്കാൻ സൂക്കിൽ വെച്ചെടുത്ത് ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു തന്റെ ശ്രദ്ധയിൽപ്പെട്ട് ജൂതനെ സമീപിച്ചിട്ട് പറഞ്ഞു, ഇത് എന്റേതാണ്, ഇത് നിന്റെ കയ്യിൽ എങ്ങനെ വന്നു, എന്റെ ഒട്ടകപ്പുറത്തുനിന്ന് വീണുപോയതാണ്, എന്റെ പടയങ്കിയാണെന്ന് പറഞ്ഞപ്പോ അയാൾ പറഞ്ഞു, അതല്ല, എന്റേതാണ്, എന്റെ കൈവശവുമാണ്. അങ്ങനെ കോടതിയിൽ കേസെത്തി. അന്ന് ഖാദി ശുറൈഹാണ് അവിടുത്തെ ഖാദി ശുറൈഹ് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ ഹളറത്തിൽ കേസെത്തിയപ്പോ സാക്ഷിണ്ടോ എന്ന് ജൂതനോട് ചോദിച്ചപ്പോ ജൂതൻ പറഞ്ഞു, എന്റെ പടയങ്കിയാണ്, എന്റെ കൈവശത്തിലുമാണ്. അമീറുൽ മുഅ്മിനീൻ കളവ് അറിയണമെന്നൊന്നും ഞാൻ പറയുന്നില്ല, എന്റെ കൈവശത്തിലാണ്, എന്റെ വസ്തുവാണ് എന്ന് പറഞ്ഞപ്പം ഖാദി ചോദിച്ചു, അമീറുൽ മുഅ്മിനീൻ തങ്ങൾ എന്തു പറയുന്നു? ആരവറുകൾ പറഞ്ഞു, എന്റേതാണ് സാധനം, യാത്ര ചെയ്യുന്നതിന്റെ ഇടയിൽ എന്റെ ഒട്ടകപ്പുറത്തുനിന്ന് വീണുപോയതാണ്, അത് ഈ ജൂതന്റെ കൈവശത്തിലുള്ളതാണ്. ഇതിനെ സാക്ഷി ചോദിച്ച് ഉണ്ട് പറഞ്ഞു. ആരാണ്? ഒന്ന് ഷക്രാൻ എന്ന് പറഞ്ഞാൽ മുമ്പ് തന്റെ അടിമയായിരുന്നെങ്കിലും ഇപ്പോൾ സ്വതന്ത്രനാണ് ഷക്രാൻ. അതുപോലല്ലോ ഒരാളോടി മാണ്ടേ, ഒന്ന് എന്റെ മകൻ ഹസൻ റളിയല്ലാഹു തആല അൻഹു. ഇപ്പൊ രണ്ട് സാക്ഷിയായി. ഒന്ന് ഷക്രാന്റെ സാക്ഷി ഓക്കെയാണ്, രണ്ടാമത്തത് മകൻ ഹസൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ സാക്ഷി. അതിൽ ഖാദിയാര് പറഞ്ഞു, അത് പറ്റൂല തങ്ങളെ, ഹസൻ റളിയല്ലാഹു തആല അൻഹു തങ്ങൾക്ക് സാക്ഷി എന്നാ പറ്റൂല. അപ്പൊ അലിയാര് തങ്ങൾ ചോദിച്ചു, അല്ല ഖാദിയാരെ, സ്വർഗത്തിലുള്ള യുവാക്കളുടെ നേതാവാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ അഫ്തായ ഹബീബിന്റെ പേരമകൻ ഹസൻ സാക്ഷിക്ക് പറ്റൂലേ എന്ന് ചോദിച്ചവൻ പറഞ്ഞ്, ആള് മോശമുള്ളത് കൊണ്ടല്ല, വലിയ മഹാനാണ്, സ്വർഗത്തിലെ യുവാക്കളുടെ നേതാവാണ്. പക്ഷേ ആ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, മാതാപിതാക്കൾക്ക് വേണ്ടി മക്കളോ മക്കൾക്ക് വേണ്ടി മാതാപിതാക്കളോ സാക്ഷി പറഞ്ഞാൽ ആ സാക്ഷ്യം സ്വീകാര്യമല്ല. അപ്പൊ അലിയാര് തങ്ങൾ പറഞ്ഞു, എന്നാ പിന്നെ വേറെ സാക്ഷി നിൽക്കില്ല. ഒരു സാക്ഷിയുള്ളെങ്കിൽ കേസ് വിധിക്കാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് ജൂതന്റേതാവുന്നു എന്ന് വിധിക്കാൻ പോവുകയാണ് പറഞ്ഞ്. നിങ്ങൾ വിധിച്ചോളി, ഞാനെന്താ കാട്ടുന്നു പറഞ്ഞ്. അങ്ങനെ വിധിച്ചു. ഈ വിധി കേട്ട ഉടനെ ആ ജൂതൻ സത്യം തുറന്നു പറയുകയും ഇസ്ലാമിന്റെ നീതിനിഷ്ഠയെ പ്രശംസിച്ചുകൊണ്ട് അവിടെ വെച്ച് തന്നെ ഷഹാദത്ത് കലിമ ഇസ്ലാമതം സ്വീകരിക്കുകയും ചെയ്തു. അപ്പോ ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആ മനുഷ്യൻ ഹിദായത്തായതിലുള്ള സന്തോഷം കൊണ്ട് ആ പടയങ്കി അദ്ദേഹത്തിന് തന്റെ വക ഹദിയയായി കൊടുത്തു. ചരിത്രം പറയാനല്ല ലക്ഷ്യം. അവിടെ എത്ര വലിയ മഹാനാണെങ്കിൽ പോലും മാതാപിതാക്കൾക്ക് വേണ്ടി മക്കളോ മക്കൾക്ക് വേണ്ടി മാതാപിതാക്കളോ സാക്ഷി പറഞ്ഞാൽ സ്വീകരിക്കില്ല. കാരണം തുഹുമത്തിന് സാധ്യതയുണ്ട് എന്നതാ. അതുപോലെ തന്നെ വലാലാദുബിഹി, ശത്രുവിനെതിരെ സാക്ഷി പറഞ്ഞാലും സ്വീകരിക്കൂല. അപ്പോ അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ കോടതികളും അന്വേഷിക്കാറുണ്ട്. ഈ സാക്ഷി ഒരു പ്രതിക്കെതിരെ സാക്ഷി നിൽക്കുമ്പോൾ സാക്ഷിയും പ്രതിയും തമ്മിൽ പൂർവ്വവൈരാഗ്യമുണ്ടോ എന്ന് അന്വേഷിക്കും. പൂർവ്വവൈരാഗ്യമുണ്ടെങ്കിൽ ഇവർ ശത്രുക്കളാണ്. ശത്രുവിനെതിരിൽ ഒരു ശത്രു സാക്ഷി നിന്നാൽ അത് സ്വീകാര്യമല്ല. ആള് നല്ല ആൾ തന്നെയാണ്, പറഞ്ഞിട്ട് തരില്ല. ശത്രുവിനെതിരെ സാക്ഷി നിൽക്കുമ്പോ, അതെ, ശത്രുവിന് അനുകൂലമായിട്ടല്ല പറയുന്നത്, ശത്രുവിനെതിരെ സാക്ഷി നിൽക്കുമ്പോൾ അത് സ്വീകരിക്കും. എത്തിന്
ഇന്ന് എവിടോ തിരക്കഴിഞ്ഞിരിക്കും, എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഏതായാലും ഇപ്പൊ എത്തി. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല ഖൈറ് ബർക്കത്തും നൽകട്ടെ. ശത്രുവിനെതിരെ സാക്ഷി നിന്നാൽ തുഹമത്തിന്റെ കാരണം എന്താ? ഏതായാലും തന്നെ ശത്രുവാണ്, ഓനൊരു ഇടങ്ങേറിന്റെ സാക്ഷി കൊണ്ട് കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ. ശത്രു ബുദ്ധി സങ്കടപ്പെടുന്നതിൽ സന്തോഷിക്കുമല്ലോ ശത്രുക്കള്. അപ്പോ ഇവിടെ തുഹമത്തിന് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വലാ ഫീമ, ഒരു വസ്തുവിലും സാക്ഷി സ്വീകരിക്കൂല. ഹുവ, ആ വസ്തു മഹല്ലു തസറുഫിഹി, സാക്ഷി നിൽക്കുന്നവൻ കൈകാര്യം ചെയ്യുന്നതാണ്. അവന്റെ തസറുഫിൽ സാധാരണ ഇവൻ വക്കീലാണ്, അല്ലെങ്കിൽ ഇവൻ വലിയാണ്. ഒരാളെ മറ്റൊരാളെ ഒരു കാര്യം നിർവഹിക്കാൻ വേണ്ടി വക്കാലത്ത് ഏൽപ്പിച്ചു, അതല്ലെങ്കിൽ വസിയത്ത് ചെയ്തേൽപ്പിച്ചു, അതല്ലെങ്കിൽ ആ കാര്യം നിർവഹിക്കുന്ന ജനറൽ സെക്രട്ടറിയാ, കയ്യുമാണ്. ഇങ്ങനെയുള്ള ഒരാള് തന്റെ ഭരണത്തിന്റെ കീഴിലുള്ള അല്ലെങ്കിൽ തന്റെ അധികാരത്തിലുള്ള വ്യക്തിക്ക് വേണ്ടി സാക്ഷി നിന്നാൻ പറ്റൂല. കാരണം എന്താ? തന്റെ ഉത്തരവാദിത്വത്തിൽപ്പെട്ട വ്യക്തിക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുമ്പോൾ അതുകൊണ്ടുള്ള നേട്ടം തനിക്ക് കൂടി വരുന്നുണ്ട് എന്നതുകൊണ്ട്. ഇങ്ങനെ മാതാപിതാക്കൾക്ക് മക്കളോ, മക്കൾക്ക് മാതാപിതാക്കളോ, അതുപോലെ തന്നെ സ്വന്തം കൈകാര്യത്തിൽ ഉള്ള വ്യക്തികൾക്കോ വസ്തുക്കൾക്കോ അനുകൂലമായിട്ടോ സാക്ഷി നിന്നാൽ തുഹമത്തുള്ളത് കൊണ്ട് അത് സ്വീകാര്യമല്ല. ഇനി അതിന്റെയൊക്കെ പുറമെ വരാമിൻ മുബാദിരിൻ ഖബ്ല ഇസ്തിശ്ഹാദിഹി, സാക്ഷി നിൽക്കാൻ കോടതിയോ കക്ഷിയോ ആവശ്യപ്പെടുന്നതിന് മുമ്പ് സ്വമേധയാ ചെന്ന് സാക്ഷി പറഞ്ഞാൽ അതും തന്നെ സ്വീകരിക്കപ്പെടൂല. കാരണം എന്താ? ഓർക്കെന്താ അതിന്റെ ആവശ്യം? കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഓക്കെയാണ്, അതല്ല അന്യായക്കാരൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഓക്കെയാണ്, അല്ലെങ്കിൽ പ്രതി ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഓക്കെയാണ്. ഇങ്ങനെ പ്രതിയോ അന്യായക്കാരനോ കോടതിയോ ആവശ്യപ്പെടാതെ സ്വമേധയാ ചെന്ന് സാക്ഷി പറയാൻ പോകുമ്പം ഇയാളെ പറ്റിയിട്ട് സംശയിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ സാക്ഷിയും തുഹമത്തിന്റെ പരിധിയിലാണ്, അത് സ്വീകരിക്കാൻ. എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ സ്വീകരിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ട് താനും. ഒക്കെ പിന്നെ വിശദമായി പറയുന്ന കിതാബുകളിൽ പറയും. ഇനി സാക്ഷി ഫാസിഖാകാൻ പാടില്ല എന്ന് പറഞ്ഞല്ലോ. അതുപോലെ ശത്രുവിനെതിരെ സാക്ഷി സ്വീകരിക്കൂല എന്ന് പറഞ്ഞു. മാന്യത ഇല്ലാത്ത ആളുടെ സാക്ഷി സ്വീകരിക്കൂല എന്ന് പറഞ്ഞു. ഇനി അതൊക്കെ സ്വീകരിക്കപ്പെടാൻ ചില ഷർത്തുകളുണ്ട്. വതുഖ്ബലു, സ്വീകരിക്കപ്പെടും. ഷഹാദത്തുൽ ഫാസിഖി, ഫാസിഖായ മനുഷ്യൻ സാക്ഷി പറഞ്ഞാൽ, ഫാസിഖ് അറിയാം നേരത്തെ പറഞ്ഞ വൻദോഷം ചെയ്തവനോ അതല്ലെങ്കിൽ ചെറുദോഷം പതിവാക്കുകയും അതോടുകൂടി സ്വാലിഹായ അമലുകൾ വർദ്ധിക്കാതിരിക്കുകയും ചെയ്ത ആള്, ഇങ്ങനെയുള്ള ഫാസിഖിന്റെ സാക്ഷ്യം പിന്നീട് സ്വീകരിക്കപ്പെടും. അതുപോലെ തന്നെ വല്ല അതുവി, ശത്രുവായിരുന്ന ഒരു മനുഷ്യൻ തന്റെ ശത്രുവിനെതിരെ സാക്ഷി സ്വീകരിക്കൂലാണ്. പക്ഷേ അയാളുടെ ശത്രുത നീങ്ങിക്കഴിഞ്ഞ് അവർ തമ്മിൽ സുൽഹായി കഴിഞ്ഞാൽ പിന്നെ സ്വീകരിക്കും. അതുപോലെ തന്നെ ഹാരിമിൽ മുറുവ, മാന്യത നഷ്ടപ്പെടുത്തിയവൻ, അയാളുടെയും സ്വീകരിക്കും. ബാദ തൗബത്തിഹിം, അവർ തൗബ ചെയ്തു കഴിഞ്ഞാൽ സ്വീകരിക്കും. പോരാ വസ്തിബറാഇസന, ഒരു കൊല്ലത്തെ ഇസ്തിബറാവ് വേണം. എന്ന് പറഞ്ഞാൽ തൗബ ചെയ്തതിന് ശേഷം ഒരു കൊല്ലം വരെ അവനെ നിരീക്ഷണ വിധേയനാക്കണം. ഈ കോടതിയുടെ നിരീക്ഷണത്തിൽ നിർത്തിയിട്ട് അത്തരം തെറ്റുകളിലേക്ക് രണ്ടാമത് തിരിച്ചു പോകാതെ ഒരു കൊല്ലക്കാലം അദ്ദേഹം ജീവിച്ചു കഴിഞ്ഞാൽ തൗബ യഥാർത്ഥമാണെന്ന് വ്യക്തമാകും. ഇനി അങ്ങോട്ട് സ്വീകരിക്കും. അല്ലാതെ തൗബ ചെയ്ത് ഉടനെ സാക്ഷിക്ക് പറ്റൂല, അതാ പറഞ്ഞതിന്റെ അർത്ഥം. ഫാസിഖായ ഒരു മനുഷ്യൻ തൗബ ചെയ്തു, അല്ലെങ്കിൽ മാന്യതയില്ലാത്ത ഒരാൾ തൗബ ചെയ്തു, എന്നാൽ തൗബ ചെയ്ത അടുത്ത മണിക്കൂറിൽ അയാൾ സാക്ഷി സ്വീകരിക്കൂല. മറിച്ച് ഈ തൗബ ചെയ്തതിനു ശേഷം ഒരു കൊല്ലം വരെ അവരെ നിരീക്ഷിക്കുകയും അത്തരം തെറ്റുകൾ അവൻ ആവർത്തിക്കുന്നില്ല എന്ന് ബോധ്യപ്പെടുകയും ചെയ്തെങ്കിലേ സാക്ഷി സ്വീകരിക്കാൻ പറ്റുള്ളൂ. പിന്നെ വശഹാദത്തു മുബ്തദിഇൻ, അവിടെ ഫാസിഖ് അദ്ലി എന്ന് പറഞ്ഞോടത്ത് വൻദോഷം ചെയ്യുകയോ ചെറുദോഷം പതിവാക്കുകയോ ചെയ്ത ആളുകളെ ഉള്ളൂ. എന്നാൽ അതിനെക്കാട്ടിലൊക്കെ വലിയ ഫിസ്കല്ലേ ബിദ്അത്ത്. എന്നാൽ ഈ ബാബിൽ അത് ഒഴിവാണ്. അതാണ് വശഹാദത്തു മുബ്തദിഇൻ, മുബ്തദിഇന്റെ സാക്ഷ്യം സ്വീകരിക്കപ്പെടും. നേരത്തെ പറഞ്ഞ ഷർത്തുകളൊക്കെ വെക്കണം. ഷർത്തുകളൊക്കെ ഒത്ത് വൻദോഷം ചെയ്യാത്ത ആളാണ്, ചെറുദോഷം പതിവാക്കാത്ത ആളാണ്. ഇനി അപൂർവമായി ചെറുദോഷം പതിവാക്കുന്നുണ്ടെങ്കിൽ സ്വാലിഹായ അമലുകൾ വളരെ വർദ്ധിപ്പിക്കുന്ന ആളാണ്. ഇങ്ങനെയൊക്കെയുള്ള ഒരു മുബ്തദിയെ
ലം യുകഫർ ബിബിദഅത്തിഹി, ബിദ്അത്ത് രണ്ട് ജാതിയുണ്ടല്ലോ. ഒന്ന് കുഫ്രിയത്ത് കൊണ്ട് വിധിക്കപ്പെടുന്ന ബിദ്അത്ത്, അള്ളാഹ്ക്ക് കയ്യും കാലും ഉണ്ട്, അള്ളാഹു തആല സൃഷ്ടികളെ പോലെ കയറുകയും ഇറങ്ങുകയും ഇരിക്കുകയും ചെയ്യും എന്നൊക്കെ പറയുന്ന കാഫറാവുന്ന മുബ്തദിഅ. അല്ലാത്ത ബിദ്അത്ത് കാഫറാകാത്ത, അപ്പൊ കാഫറാണെന്ന് വിധിക്കാൻ പറ്റാത്ത തരക്കുള്ള ബിദ്അത്തുണ്ട്. ആള് മുബ്തദിഅയാണെങ്കിലും അദ്ദേഹത്തിന്റെ ഷർത്തുകളൊക്കെ, ബാക്കിയുള്ള ഷർത്തുകളൊക്കെ ഒത്താൽ സാക്ഷ്യം സ്വീകരിക്കപ്പെടും. ഈ പറഞ്ഞതിന്റെ അർത്ഥം ഇവിടെ അദില് എന്ന് പറഞ്ഞിടത്ത് പ്രവൃത്തി സംബന്ധമായ, വാക്ക് സംബന്ധമായ ഫിസ്കാണ് പരിഗണിക്കപ്പെടുന്നത്, വിശ്വാസപരമായ ഫിസ്കല്ല. വിശ്വാസപരമായ ഫിസ്കിനാണ് ബിദ്അത്ത് എന്ന് പറയുന്നത്. അത് കുഫ്രിയത്തോട് വിധിക്കുന്നതാണെങ്കിൽ ഒന്നാമത് പറഞ്ഞ കാഫിറിനെ സ്വീകരിക്കൂല എന്ന് പറഞ്ഞതിൽ പോയി. കുഫ്രിയത്തോട് വിധിക്കാത്ത ബിദ്അത്താണെങ്കിൽ അയാൾക്ക് മറ്റു നിബന്ധനകളൊക്കെ ഒത്താൽ സാക്ഷി സ്വീകരിക്കപ്പെടും എന്ന്. ഇനി സാക്ഷി ഏതൊക്കെ വിഷയത്തിൽ കുറച്ചുകൂടി ഉണ്ടത് ഒന്നായിട്ട് ഓതിയാൽ അതാണ് 10 മിനിറ്റ് അതാണ് തീർന്നോട്ടെ. ഞാൻ ഭാഗം അടുത്തൊരു വിഷയത്തിലേക്ക് വെക്കണ്ട. ഷഹാദത്തിന് എത്ര സാക്ഷികളാണ് വേണ്ടത്? ഈ നിബന്ധന 10 വ്യക്തികളാണ് സാക്ഷി പറയേണ്ടത്. ആ സാക്ഷി പറയുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് റമളാൻ മാസം സ്ഥിരപ്പെടാനുള്ള സാക്ഷിയാണ്. വയക്ഫി മതിയാവും ഫി ഷഹാദത്തിന് റമളാൻ, റമളാനിന് സാക്ഷി നിൽക്കാൻ പറഞ്ഞാൽ മാസം കണ്ടു, റമളാൻ മാസം ഉദിച്ചതായി കണ്ടിട്ടുണ്ട് എന്ന് ഖാദിയുടെ മുന്നിൽ സാക്ഷി പറയുക. ഈ സാക്ഷി പറയാൻ മതിയാകും റജുലുൻ, നേരത്തെ പറഞ്ഞ ഷർത്തൊത്ത 10 നിബന്ധനകൾ ഒത്ത ഒരു പുരുഷൻ സാക്ഷി നിന്നാൽ മതിയാവും. ഏറ്റവും ചുരുങ്ങിയ ഷഹാദത്ത് അതാണ്. ഇത് ഒരാള് സാക്ഷി നിന്നാൽ ശറഅയിൽ ഒരു വിധി ഹുക്മ് സ്ഥിരപ്പെടുന്ന ഏക കാര്യം റമളാൻ മാസം പറഞ്ഞു. അതേ സമയത്ത് പെരുന്നാളിന് അതുപോരാ, മറ്റെല്ലാ വിഷയങ്ങളിലും എന്നതുപോലെ 2 സാക്ഷി വേണം. എന്താ അങ്ങനെയെന്ന് വെച്ചാൽ സഹിയായ ഹദീസിൽ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹയാത്ത് കാലത്ത് ഒരു സ്വഹാബി, അറാബിയായിരിക്കുന്ന ഒരു സ്വഹാബി വന്നു. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹളറത്തിൽ ചെന്നിട്ട് പറഞ്ഞു, അഷ്ഹദു അന്നീ റഅയ്തു ഹിലാല റമളാൻ, ഞാൻ റമളാനിന്റെ ചന്ദ്രൻ ഉദിച്ചതായി ഞാൻ സാക്ഷി നിൽക്കുന്നു എന്ന് പറഞ്ഞു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ സ്വീകരിക്കുകയും മുഅ്മിനീങ്ങളോട് നോമ്പ് നോൽക്കാൻ വേണ്ടിയിട്ട് ആജ്ഞാപിക്കുകയും ചെയ്തു. ഇവിടെ ഒരൊറ്റൊരു സഹാബി വന്ന് നിലാവ് കണ്ടു എന്ന് സാക്ഷി പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റമളാന്റെ മാസം സ്വീകരിച്ചല്ലോ. അതുകൊണ്ട് റമളാനിലെ നോമ്പ് സ്ഥിരപ്പെടാൻ ഒരു സാക്ഷി മതി. അതാണ് ഏറ്റവും കുറഞ്ഞ സാക്ഷി. ഇനി ഏറ്റവും കൂടിയതോ വലിസിന, വ്യഭിചാരം സ്ഥിരപ്പെടണമെങ്കിൽ സാക്ഷി വേണ്ടത് അർബഅത്ത് റിജാലിൻ, 4 പുരുഷന്മാരാണ്. സ്ത്രീകളാണെങ്കിൽ സാക്ഷ്യം സ്വീകാര്യമല്ല, 4 കുറഞ്ഞ പുരുഷന്മാരാണെങ്കിലും സ്വീകാര്യമല്ല. അപ്പൊ ഏറ്റവും കുറഞ്ഞ സാക്ഷി റമളാൻ മാസം സ്ഥിരപ്പെടാൻ 1 പുരുഷൻ, ഏറ്റവും അധികരിച്ച സാക്ഷി വ്യഭിചാര കേസ് സ്ഥിരപ്പെടാൻ 4 പുരുഷന്മാർ. ഇതാണ് ഇപ്പോ ഏറ്റവും കൂടിയതും ഏറ്റവും കുറഞ്ഞതുമായ സാക്ഷി. ഇനി ബാക്കിയുള്ളതോ വലിമാലിൻ, ധനസംബന്ധമായ കേസുകളിൽ, വമാ ഖുസിദ മിൻഹു മാലുൻ, നേരിട്ട് ധനമല്ലെങ്കിലും ആ സംഗതി കൊണ്ട് ലക്ഷ്യമാക്കപ്പെടുന്നത് ധനവുമാണ്. ധനം ലക്ഷ്യമാക്കപ്പെടുന്ന ഇതുപോലെ കബൈഇൻ, വ്യാപാരം പോലെ, വറഹിനിൻ, പണയം പോലെ. പണയത്തിന് നേരിട്ട് ഒന്നുമില്ല, പക്ഷെ ഈ പണയം കിട്ടാനുള്ള ഒരു ധനത്തിന് ഈടായിട്ട് വെച്ചതായിരിക്കുമല്ലോ. ഇങ്ങനെയുള്ള നേരിട്ട് ധനമോ അല്ലെങ്കിൽ ധനത്തിന് ലക്ഷ്യമാക്കപ്പെടുന്നതോ ആയ വസ്തുക്കൾക്ക് സാക്ഷിയാണെങ്കിൽ റജുലാനി, ഒരു പക്ഷേ 2 പുരുഷന്മാര് സാക്ഷി പറയണം. ഔ റജുലും വംറാത്താനി, അല്ലെങ്കിൽ ഒരു പുരുഷനും 2 സ്ത്രീകളും അങ്ങനെയും ആവാം. ഔ റജുലുൻ വയമീനുൻ, ഒരു പുരുഷനും ഒരു സത്യവും ആവാം.
ഇങ്ങനെ 3 രീതി. സാമ്പത്തിക ഇടപാടുകൾ, അതുപോലെ തന്നെ സാമ്പത്തിക ലക്ഷ്യം വെക്കപ്പെടുന്ന മറ്റിടപാടുകൾ എന്നിവയിൽ 3 രീതിയാവാം. ഒന്ന്, 2 പുരുഷന്മാര് സാക്ഷി നിൽക്കുക, അല്ലെങ്കിൽ ഒരു പുരുഷനും 2 സ്ത്രീകൾക്കും സാക്ഷി നിൽക്കുക, അതല്ലെങ്കിൽ ഒരു പുരുഷനും ഒരു സത്യവും ആവാം. ഈ 3 രീതിയിലും സാമ്പത്തിക ഇടപാടുകൾ സ്ഥിരപ്പെടും. ഇനി വൽ ഉഖൂബ, ശിക്ഷക്കാണെങ്കിലോ ഏതുപോലെ ശിക്ഷന്റെ കവദിൻ, ഖിസാസ്. കവത് എന്നാ ഖിസാസ് എന്ന് പറഞ്ഞാൽ കൊന്നതിന് പകരം കൊല്ല, കൈമുറിച്ചതിന് പകരം കൈമുറിക്കുക, കണ്ണുപൊട്ടിച്ചതിന് പകരം കണ്ണുപൊട്ടിക്കുക, അതുപോലെ അവയവങ്ങൾ ഏതെങ്കിലും അംഗഭംഗം വരുത്തിയതിൽ പ്രതികാരം ചെയ്യുക. ഇങ്ങനത്തെ കവത്. വഹദ് സിന, വ്യഭിചാരത്തിന്റെ ഹദ്, ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങളിലും വലിമായ റിജാലിൻ ഗാലിബൻ, സാധാരണഗതിയിൽ പുരുഷന്മാർക്ക് വെളിവാവുന്ന കാര്യങ്ങളും ആണെങ്കിൽ, അതുപോലെ നിക്കാഹിൻ, നിക്കാഹ്, ത്വലാഖിൻ, ത്വലാഖ് പോലെ. അപ്പോ 2 കാര്യം. ഒന്ന്, ശിക്ഷ സംബന്ധമായ കാര്യങ്ങൾ. 2, സാധാരണഗതിയിൽ പുരുഷന്മാർക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇത്തരം കാര്യങ്ങളിൽ റജുലാനി, 2 പുരുഷന്മാർ തന്നെ വേണം. അവിടെ ഏത് പോരാ, ഒരു പുരുഷനും 2 സ്ത്രീകളുണ്ടായാലും പോരാ, 4 സ്ത്രീകളുണ്ടായാൽ പോരാ, ഒരു പുരുഷനും ഒരു സത്യവും ഉണ്ടായാലും പോരാ. അത് സാമ്പത്തിക ഇടപാടുകളിൽ. സാമ്പത്തിക ഇടപാടുകളിൽ ഒരു പുരുഷനും 2 പുരുഷനാവാം, ഒരു പുരുഷനും ഒരു സ്ത്രീയുമാവാം, ഒരു പുരുഷനും ഒരു സത്യവുമാവാം, സാമ്പത്തിക വിഷയങ്ങൾ. അതേസമയത്ത് ശിക്ഷാ സംബന്ധമായ കാര്യങ്ങൾ, അതുപോലെ തന്നെ പുരുഷന്മാർക്ക് സാധാരണഗതിയിൽ കാണാൻ പറ്റുന്ന കാര്യങ്ങളിൽ ഇങ്ങനത്തെ 2 പുരുഷന്മാര് തന്നെ വേണം. ഒരു പുരുഷനും ഒരു സത്യം ഉണ്ടായാലും പോരാ, ഒരു പുരുഷനും 2 സ്ത്രീകളുണ്ടായാലും പോരാ, 4 സ്ത്രീകളുണ്ടായാലും പോരാ. ഇനി എന്നാൽ വലിമായ ഗാലിബൻ, സാധാരണഗതിയിൽ സ്ത്രീകൾക്ക് വെളിവാകുന്ന കാര്യങ്ങൾ, നേരെ പുരുഷന്മാർ കാണാൻ സാധ്യതയില്ലാത്തതും സ്ത്രീകൾക്ക് സാധാരണഗതിയിൽ കാണാൻ സാധ്യതയുള്ള കാര്യങ്ങളാണെങ്കിലോ, ഏതുപോലൊക്കെ വിലാദത്തിൻ, പ്രസവം. പ്രസവം സാധാരണഗതിയിൽ സ്ത്രീകളാണല്ലോ അത് കൈകാര്യം ചെയ്യുക. പുരുഷന്മാര് അക്കാര്യത്തിൽ വളരെ അപൂർവമായിട്ടേ ഉണ്ടാവും. അതുപോലെ തന്നെ ഹൈവ് സംബന്ധമായ കാര്യങ്ങൾ, ഇങ്ങനെയുള്ള സ്ത്രീകളുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഒരു പക്ഷേ 40 നിസായിൻ, 4 സ്ത്രീകളാവാം 2 പുരുഷന്റെ സ്ഥാനത്ത്. അതല്ലെങ്കിൽ ഔ റജുലാനി, അവിടെ 2 പുരുഷന്മാരും ആവാം. അതല്ലെങ്കിൽ ഔ റജുലും ഇംറാത്താനി, ഒരു പുരുഷനും 2 സ്ത്രീകളുമാവാം. 3 രീതി. സാധാരണഗതിയിൽ സ്ത്രീകൾക്ക് എപ്പോഴും കാണാൻ സാധ്യതയുള്ള സംഗതികൾക്ക് സാക്ഷിക്കുകയാണെങ്കിൽ അവിടെ 3 രീതിയാവാം. 2 പുരുഷൻ സാക്ഷിക്കാം, 4 സ്ത്രീകൾക്ക് സാക്ഷിക്കാം, ഒരു പുരുഷനും 2 സ്ത്രീകൾക്കും ആവാം. ഇങ്ങനെ. അപ്പൊ സാമ്പത്തിക ഇടപാടുകളിൽ സ്ത്രീകൾക്ക് സാക്ഷിയാവാം, പക്ഷെ ഒരു പുരുഷനും 2 സ്ത്രീയും എന്ന നിലക്ക്. അതേസമയത്ത് സ്ത്രീകളുമായി മാത്രം ബന്ധപ്പെടുന്ന പ്രസവം, ഹൈള്, നിഫാസൊക്കെ തുടങ്ങിയ രഹസ്യ കാര്യങ്ങളാണെങ്കിൽ അതിൽ പുരുഷന്മാർക്ക് സാക്ഷിക്കാം. സ്ത്രീകൾ ഒറ്റക്കാണെങ്കിൽ 4 സ്ത്രീകൾ വേണം, ഒരു പുരുഷനും 2 സ്ത്രീകളുമാവാം. ഇങ്ങനെയും. അപ്പോ ഏറ്റവും കൂടിയാൽ 4 സാക്ഷി വ്യഭിചാര കേസിന്, ഏറ്റവും കുറഞ്ഞാൽ 1 സാക്ഷി റമദാൻ സുരിപ്പെടാന്, ബാക്കിയൊക്കെ 2 സാക്ഷിയാ വേണ്ടത്. പക്ഷേ പുരുഷന്മാരാകുമ്പോ 2 സാക്ഷി. ഇനി പ്രത്യേക സാഹചര്യത്തിൽ 1 സാക്ഷിയും 1 സത്യവും കൊണ്ടും ആവാം എന്ന. സ്ത്രീകൾ സാക്ഷി നിൽക്കുന്നിടത്ത് ചുരുങ്ങിയത് 1 പുരുഷന്റെ സ്ഥാനത്ത് 2 സ്ത്രീകൾ വേണം. അത് ഏതിലൊക്കെ വരാം? സാമ്പത്തിക ഇടപാടിൽ വരാം. അവിടെ 1 പുരുഷനും 2 സ്ത്രീയും ആവാം. സ്ത്രീകളുമായിട്ട് മാത്രം ബന്ധപ്പെട്ട രഹസ്യ വിഷയങ്ങളിലാണെങ്കിൽ 1 പുരുഷനും 2 സ്ത്രീയും ആവാം, 4 സ്ത്രീകളും ആവാം. ഇനി മറ്റൊരു കേസ്, അവിടെ നിൽക്കട്ടെ, ഒരു കുറച്ചുള്ളൂ പറഞ്ഞിട്ട് തരില്ല. അത് കുറച്ചൊന്ന് വിശദീകരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം, കുറച്ചൊരു കെട്ടിക്കൊടുക്കുള്ളതാ. ഒന്ന് വിശദീകരിച്ച് പറയേണ്ട വിഷയമായിരുന്നു, ചുരുക്കിയതായതുകൊണ്ട് അതിൻഷാള്ള ബാക്കി നാളത്തെ ഓത്തിന്റെ കൂട്ടത്തിൽ റബ്ബ് തൗഫീഖ് ചെയ്തെങ്കിൽ നാളെ ഓതാം ഇൻഷാ അല്ലാഹ്. കുറച്ച് ദിവസം കൂടിയുള്ള ഈ ആഴ്ച കൊണ്ട് തീർക്കാം നമുക്ക്. അങ്ങനെ ആവുമ്പോ
1-ാം തീയതി ആകുമ്പോക്ക് ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ നേതൃത്വത്തിൽ സമാപിക്കുകയും ഉസ്താദ് ദുആർക്കുകയൊക്കെ ചെയ്യും. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. കുറച്ച് സമയം ഇനി എന്തെങ്കിലും അത്യാവശ്യമായ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് സംശയം ചോദിക്കുക, എന്നിട്ട് മതിയാക്കാം. ചോദ്യകർത്താക്കളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് മൈക്കിൽ വരികയാണെങ്കിൽ കുറച്ചു നേരം ചോദ്യോത്തരത്തിനിരിക്കുക. എത്ര പറഞ്ഞാലും തുടക്കത്തിൽ ആളുണ്ടാവില്ല, എന്നിട്ട് പിന്നെ ലാസ്റ്റ് പോകാൻ സമയത്ത് ആളുകൾ തിരക്കൂട്ടി എല്ലാവരും കൂടി വന്നിട്ട് കൈവക്കി ഇങ്ങനെ നിൽക്കും. കുറച്ച് നേരത്തെ വന്ന് കണ്ട് ചോദിച്ചാൽ ആ സമയത്ത് ആ ഒരു ഉഷാറുണ്ടാവും. ഇപ്പൊ കണ്ടോ, ആകെ സാധാരണ നമുക്കൊരു ചോദ്യം ചോദിക്കാനുള്ള ഒരു സുഹരി ഉസ്താദ് ഉണ്ട്, മൂപ്പര് ഉണ്ട്. ബാക്കിയാണെങ്കിൽ ആലുരാജി പുറത്ത് പോയിട്ടില്ലെങ്കിൽ, ജോലിക്ക് പോയിട്ടില്ലെങ്കിൽ മൂപ്പരും ഉണ്ടാവും. ബാക്കിയുള്ളവരൊക്കെ അങ്ങനെ വരും. എല്ലാം കഴിഞ്ഞ് നമ്മൾ സ്വലാത്തി എല്ലാം തുടങ്ങുമ്പോൾ വരിവരിയായിട്ട് വരും. ആളുകൾ ഉണ്ടെങ്കിൽ കുറച്ച് നേരത്തെ വേഗം വരിക, ആൾ കുറവാണെങ്കിലോ പെട്ടെന്ന് നിർത്തുകയും ചെയ്യും. ഓക്കെ മൈക്കൂട്ട്. ചെറിയ ചോദ്യമാണ്. ഈ സാക്ഷികൾക്കൊക്കെ ഈ പറഞ്ഞ ഷർത്തുകളൊക്കെ വേണമല്ലോ. ഈ അങ്ങാടിയിൽ ഭക്ഷിക്കാതിരിക്കുക, തമാശ പറയാതിരിക്കുക, കൂടുതൽ തമാശ പറഞ്ഞ് ചിരിപ്പിക്കാതിരിക്കുക, തലകർന്നിരിക്കുക എന്നൊക്കെ പറഞ്ഞ് ഇന്ന് കാണുന്ന സാക്ഷികൾക്ക് ഇത് എവിടെയും കാണാറില്ലല്ലോ. നിക്കാരും മറ്റെവിടെയും കാണാറില്ല. ഇതിനിക്കാണോ ലറൂറത്തിന്റെ സാക്ഷികൾ എന്ന് പറയുന്നത് ഒന്ന്. പിന്നെ കാലിന്റെ പാടും കൂടെ കഴിഞ്ഞു. മുമ്പൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, ഇന്നത്തെ കാലിമാർക്ക് ലറൂറത്തിന്റെ കാലിമാരല്ലേ എന്നൊക്കെയും കൂടെ പറയാറുണ്ട്. എന്താണ് ഈ ലറൂറത്തിന്റെ കാലി, ലറൂറത്തിന്റെ സാക്ഷിമാർ എന്ന് പറഞ്ഞാൽ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം. അസ്സലാമു അലൈക്കും. ലറൂറത്തിന്റെ കാലി കേട്ടിട്ടുണ്ട്, സാക്ഷി ഞങ്ങൾ പറഞ്ഞപ്പോ ഇപ്പൊ കേൾക്കുക. ഇതുവരെ അങ്ങനെ ഒരു സാക്ഷിനെ ഞാൻ കേട്ടിട്ടില്ല. നിങ്ങൾ കേട്ടണമെങ്കിൽ നിങ്ങൾ പറയാന്നല്ലാതെ എനിക്കറിയില്ല. ലറൂറത്തിന്റെ കാലി എന്ന് പറയുന്നത് കാളി മുജ്തഹിദാവണം എന്നത് ഷർത്താണ്. മുജ്തഹിദായ ആളുകൾ നിലവിലുണ്ടെങ്കിൽ അവര് തന്നെ കാളിയാവണം, അതേ യഥാർത്ഥ കാളിയാവുള്ളൂ. ഇന്ന് പക്ഷേ ലോകത്ത് മുജ്തഹിദീങ്ങളായ ആളുകൾ ഉള്ളതായി അറിയപ്പെടുന്നില്ല. അങ്ങനെ എവിടെയും ആ സാധനം കിട്ടാതെ വന്നപ്പോ നെടുമ്പന പോയ കുറുമ്പന നെടുമ്പന എന്ന് പറഞ്ഞിട്ടൊരു നാടൻ മസാല ഉണ്ട്. എന്ന് പറഞ്ഞാല് യോഗ്യരില്ലെങ്കിൽ ഉള്ള ഈ കൂട്ടത്തിന് യോഗ്യത ഉള്ളവരെ തെരഞ്ഞെടുത്ത് ആ സ്ഥാനത്ത് നിയമിക്കുക. അതാണ് ലറൂറത്തിന്റെ കാളി. മുജ്തഹിദാവണം യഥാർത്ഥ കാളി. പക്ഷേ ഇന്ന് മുജ്തഹിദിനെ ലഭിക്കുന്നില്ല. എങ്കിൽ പണ്ട് കാലത്ത് മുജ്തഹിദീങ്ങളായി ഇമാമിങ്ങൾ പറഞ്ഞത് കിതാബ് നോക്കി മനസ്സിലാക്കാൻ കഴിവുള്ള ആലിമീങ്ങളിൽപ്പെട്ട സൂക്ഷ്മതയുള്ള ഒരു മഹാനെ കാളിയായി നിശ്ചയിക്കുന്നു. ഇദ്ദേഹമാണ് ലറൂറത്തിന്റെ കാളി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സ്വന്തം ഇജ്തിഹാദ് കൊണ്ടിട്ട് വിധി പറയാൻ പാടില്ല. മുൻഗാമികളായ മുജ്തഹിദീങ്ങളായ ഇമാമിങ്ങൾ പറഞ്ഞ മസ്അലകൾ നോക്കി അതിനെ ഹിക്കായത്ത് ചെയ്യുന്ന അധികാരം മാത്രമേ ഇന്നത്തെ കാളിമാർക്കുള്ളൂ. അതാണ് ലറൂറത്തിന്റെ കാളി എന്ന് പറയുന്നത്. ലറൂറത്തിന്റെ സാക്ഷി എന്ന് പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടില്ല അബീബേ. സാക്ഷികളൊക്കെ എന്നും ഇന്നും ഇഷ്ടം പോലെ നിലവിൽ ഉണ്ട്. നിങ്ങൾ പറഞ്ഞേക്ക് അങ്ങാടി കൂടെ അങ്ങനെ തേട്ടിയും കാട്ടിയിട്ട് താടിയും പഠിച്ച് നിലത്ത് കൂടെ തുണി അടിച്ചാരി നടക്കുന്ന എല്ലാ ക്ഷേത്രമാരോടി കൂടുന്ന കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു പോക്കരി ഒരു മമ്മദിനും സാക്ഷി കടലാസിൽ എഴുതി ഒപ്പിടുന്നതല്ല സാക്ഷി. മറിച്ച് നിക്കാഹിന്റെ മജ്ലിസുകളിൽ ആലിമീങ്ങള് മുതല്ലിമീങ്ങൾ പോലെയുള്ള മാന്യതയൊക്കെ കീപ്പ് ചെയ്ത് വൻദോഷം ചെയ്യാത്ത, ചെറുദോഷം പതിവാക്കാത്ത സ്വാലിഹായ അമലുകൾ ധാരാളം ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഇന്നും ഉണ്ട്. ഇല്ല എന്ന് വെറുതെ പറയണ്ട, ഇഷ്ടം പോലെ ഉണ്ട്. മുജ്തഹിദൊന്നും ആണെന്നില്ലല്ലോ. ഈ 10 നിബന്ധനയും ഒത്ത ആളുകൾ അൽഹംദുലില്ലാഹ് ഇന്നും നാട്ടിൽ ധാരാളമായി ഉണ്ട്. അങ്ങനെയുള്ള ആളുകൾ സന്നിഹിതരാവണം.
നിങ്ങൾ ബുക്കിൽ എഴുതി ഒപ്പിടുന്ന അവരാവണമെന്നൊന്നുമില്ല. അത് നിങ്ങൾ കടലാസിന് രേഖയ്ക്ക് വേണ്ടിയിട്ടാ. അതേസമയത്ത് നിക്കാഹ് നടക്കുന്ന മജ്ലിസിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ, ഉസ്താദന്മാര് മുത്താലിമീങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് അടുത്തിരിക്കും പോലെയരേ എന്ന് പറയും. അതിന്റെ ഉദ്ദേശം എന്താന്ന് വെച്ചാല് ഈ നടക്കുന്ന നിക്കാഹ് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന നിലക്ക് സ്വാലിഹീങ്ങളായ ആളുകൾ സന്നിഹിതരാകുക. അവരാണ് യഥാർത്ഥത്തിൽ സാക്ഷി. കടലാസിന് ബുക്കിൽ നിങ്ങൾ എഴുതി ഒപ്പിട്ട് വേറെ ആരെങ്കിലും വയ്ക്കും, അത് നോക്കണ്ട. ഈ സംഗതി നടന്നപ്പോ സാക്ഷി ആവാൻ സ്വാലിഹീങ്ങളായ ആളുകൾ ഉണ്ടാവും. അതൊന്നും അൽഹംദുലില്ലാ നാട്ടിൽ ധാരാളമായി ഉണ്ട്, ഇല്ലെന്ന് പറയണ്ട. അതേസമയത്ത് ളുറൂറത്തിന്റെ ഖാദി വരാൻ കാരണം ഖാദി മുജ്തഹിദ് ആവണം എന്നാ. മുജ്തഹിദ് എന്നില്ല. അപ്പൊ പിന്നെ ആ സ്ഥാനത്ത് മുജ്തഹിദ് അല്ലാത്ത ആളെ വെക്കുന്നത് ളുറൂറത്തിന്റെ ഖാദിയാണ്. ളുറൂറത്തിന്റെ ഖാദി ആയതുകൊണ്ട് തന്നെ ഖാദിയുടെ വിധി പോലെ അയാൾക്ക് വിധിക്കാമെങ്കിലും ഖാദി ഇജ്തിഹാദ് ചെയ്തുകൊണ്ടാണ് വിധി കണ്ടെത്തൽ. ഇന്നുള്ള ളുറൂറത്തിന്റെ ഖാദിമാരാരും ഇജ്തിഹാദ് ചെയ്തുകൊണ്ട് വിധി കണ്ടെത്താൻ പാടില്ല. മുൻഗാമികളായ മുജ്തഹിദീങ്ങളായ ഇമാമിങ്ങൾ പറഞ്ഞ മുഅ്തമദായ ഖൗല് ഇന്നതാണ് എന്ന് ഹിക്കായത്ത് ചെയ്യുന്ന വിധി മാത്രമേ ഇന്നത്തെ ഖാദിമാർക്ക് പാടുള്ളൂ. അതുകൊണ്ടാണ് ഖാദി ളുറൂറത്തിന്റെ ഖാദി എന്ന് പറഞ്ഞത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരന്മാരെ കേൾക്കുന്നുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഉസ്താദെ, എനിക്ക് ഒരു ചോദ്യമുള്ളത്, നമ്മുടെ നാടുകളിൽ ആണിനെയും പെണ്ണിനെയും ഒരു തെറ്റും ചെയ്യാതെ, അല്ലെങ്കിൽ അവൻ ആ കാണുന്ന സ്ത്രീ ആള് ശരിയല്ല, ആ പുരുഷൻ പിന്നെ വ്യഭിചാരിയാണ്, അല്ലെങ്കിൽ ആ രണ്ട് മക്കളുള്ള ആ സ്ത്രീക്ക് ആരെങ്കിലും വല്ല സഹായമോ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അവന് അവളുമായിട്ട് വേറൊരു ബന്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ആക്ഷേപിക്കുന്ന ഒരു പ്രവണത ഉണ്ട്. പക്ഷെ അതേ സ്ഥാനത്ത് അതിന്റെ സത്യം എന്താണെന്ന് നമുക്ക് അറിയാതെ ആ ഒരു കുടുംബത്തെ അങ്ങനെ ഒരു വളരെ മോശപ്പെട്ട രീതിയിൽ സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ആളുകൾക്ക് അങ്ങനെ വിശ്വസിക്കാൻ പറ്റുമോ? നമ്മൾ സാക്ഷികളായിട്ട് അവര് വ്യഭിചരിക്കുന്നത് കണ്ടിട്ടില്ല, അങ്ങനെ നമുക്ക് പറയാൻ പറ്റുമോ എന്നാണ് എന്റെ ചോദ്യം. മറുപടി പ്രതീക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം. നഊദു ബില്ലാഹ്. അല്ലാഹു തആല കാക്കട്ടെ. ഒരു മുഅ്മിനായ ആണിനെ പറ്റിയും പെണ്ണിനെ പറ്റിയും തുഹ്മത്ത് വെക്കുക എന്ന് പറയുന്നത് വലിയ വൻകുറ്റമാണ് എന്ന് മാത്രമല്ല, ഒരു വേള സൂഉൽ ഖാത്തിമത്ത്, മരിക്കുന്ന സമയത്ത് ഈമാൻ ഊരപ്പെടാൻ കാരണമാവുന്ന സംഗതികളിൽപ്പെട്ട വലിയ ഒരു കാര്യമാണ്. നമ്മൾ വല്ലാതെ പേടിക്കണം. കാലം വല്ലാതെ 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 ഫസാദായിരിക്കും. അസൂയയുടെ പേരില്, വ്യക്തിവൈരാഗ്യത്തിന്റെ പേരിൽ ഒക്കെ ഇത്തരം കുറ്റകരമായ പ്രവണത നാട്ടിൽ വർദ്ധിച്ചു വരികയാണ്. ദീനീ ദഅവത്ത് നടത്തുന്ന മഹാന്മാരായ ഉസ്താദന്മാരെ പറ്റി പോലും വ്യഭിചാരാരോപണം നടത്തുകയും, അതല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പാവപ്പെട്ട കുടുംബത്തിലെ ഒരു സ്ത്രീയെയോ കുട്ടികളെയോ എന്തെങ്കിലും സഹായം കൊടുത്ത് അവരെ സംരക്ഷിക്കുകയോ ചെയ്യുന്നവരെ സംശയദൃഷ്ടിയോടെ വീക്ഷിക്കുക എന്ന് പറയുന്നത് പരലോകത്തിലുള്ള വിശ്വാസത്തിന്റെ അഭാവമാണ്, അള്ളാഹുവിൽ വിശ്വസിക്കാത്തതിന്റെ ലക്ഷണമാണ്. എല്ലാം അറിയുന്ന റബ്ബ് നമ്മുടെ കൽബ് കാണുമെന്നും നമ്മുടെ ചിന്തയും നമ്മുടെ വികാരവും റബ്ബുൽ ഇസ്സത്ത് അറിയുന്നുണ്ട് എന്ന വിശ്വാസം ഇല്ലാത്തത് കൊണ്ടല്ലേ യഥാർത്ഥത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത്. ഇന്നലെ നിങ്ങൾ കേട്ടോ തോന്നിയില്ല, ഞങ്ങളടുത്ത നാട്ടില് തനിയമ്പുറം എന്ന് പറഞ്ഞിട്ടൊരു നാടുണ്ട്. അവിടെ ഇന്നലെ ഒരു ലൈവ് ഉണ്ടായിരുന്നു. നമ്മളെ ഇതിലാ ലൈവ് വന്നിട്ടില്ല. ഇന്നലെ മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിലോ, നമ്മളെ റൂം തന്നെയാണല്ലോ, മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിൽ ഉണ്ടായിരുന്നു ആ ലൈവ്. അപ്പൊ അവിടെ പ്രധാനമായ കേസ് എന്താ, നമ്മുടെ ബഹുമാന്യനായ ഒരു സക്കാഫി ഉസ്താദിനെ സംബന്ധിച്ച് വളരെ ഗുരുതരമായ 100% കള്ളത്തരമാണെന്ന്
എല്ലാ മുസ്ലിം അമുസ്ലിം വ്യത്യാസമില്ലാതെ എല്ലാവർക്കും അറിയുന്ന 100% കള്ളനിർമ്മിതമായ വ്യഭിചാരോപണം ആരോപിച്ച് പരസ്യമായി സ്റ്റേജിൽ കയറി മൗലവിമാര് പ്രസംഗിക്കുകയും അനൗൺസർമാർ പാട്ടുപാടി നടക്കുകയും ചെയ്യുന്ന കാലമാണ്. അതിന് പ്രചോദനം നൽകാൻ പണ്ഡിത വേഷധാരികളായ ആളുകൾ പോലും തയ്യാറാവും. യഥാർത്ഥ പണ്ഡിതന്മാരല്ല, വേഷത്തിൽ തലയെക്കെട്ടൊക്കെ ഉണ്ടാവും എന്ന് മാത്രം. അങ്ങനെ ഒരു മനുഷ്യനെ പറ്റിയിട്ട് അതൊരു ആലിമായിക്കൊള്ളുന്നില്ല, വെറുതെ സാധാരണ ഒരു മനുഷ്യനെ സംബന്ധിച്ച് വ്യഭിചാര ആരോപണം നടത്തുക എന്ന് പറയുന്നത് സബുൽ മോബിഖാത്തിൽപ്പെട്ട വൻദോഷാണ്. മനസ്സിലായില്ലേ? ദുന്യാവിൽ ചെയ്യുന്ന ഫർളും സുന്നത്തുമായ ഒരു അമലും അല്ലാഹു തആല കബൂലാക്കൂല. ആണല്ലോ സബുൽ മോബിഖാത്ത്. കാരണം ചെയ്യുന്ന എല്ലാ അമലുകളെയും നിഷ്ഫലമാക്കി കളയുന്ന വൻദോഷമാണ്. അത് വിചാരിക്കാൻ പോലും ഒരു മോമിനായ മനുഷ്യനെ സംബന്ധിച്ച് പറയണ്ട, വിചാരിക്കാൻ പോലും പാടില്ല. ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഹയാത്ത് കാലത്തുണ്ടായ ഒരു സംഭവമുണ്ട്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങള് മദീനയിൽ ഫത്വ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന കാലത്ത് മദീനയിൽ ഒരു സംഭവം ഉണ്ടായി. ഒരു സ്ത്രീ മരണപ്പെട്ടപ്പോൾ മയ്യത്ത് കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സ്ത്രീകൾ. അങ്ങനെ മയ്യത്ത് കുളിപ്പിക്കുന്ന സ്ത്രീകളിൽപ്പെട്ട ഒരു സ്ത്രീയുടെ കൈ ഈ മയ്യത്തിന്റെ ഗുഹ്യസ്ഥാനത്ത് പറ്റിപ്പിടിച്ചു. എന്താണ് ചെയ്യേണ്ടത്? എന്തായാലും കൈ വേറിട്ട് കിട്ടൂല. ആകെ വേജാറായി. പല ആലിമീങ്ങളടുത്തും സംശയം ചോദിക്കാൻ ചെന്ന് എന്താ ചോദിക്കുന്നത്? ഈ മരണപ്പെട്ട സ്ത്രീയുടെ ഗുഹ്യസ്ഥാനം മുറിച്ചിട്ട് ഈ പെണ്ണിന്റെ ജീവനുള്ള പെണ്ണിന്റെ കൈ രക്ഷിക്കണോ, അതല്ല ജീവനുള്ള പെണ്ണിന്റെ കൈ മുറിച്ചിട്ട് ഈ മയ്യത്തിന്റെ ശരീരം സൂക്ഷിക്കണോ, എന്താ വേണ്ടത്? ഇമാമിയങ്ങളൊക്കെ ബേജാറായി, എന്താണ് പറയേണ്ടത് എന്നറിയാതെ. അങ്ങനെ മാലിക് ഇമാമിന്റെ ഹദ്റത്തിൽ കേസെത്തി. മാലിക് ഇമാമിന്റെ ഹദ്റത്തിൽ കേസെത്തിയപ്പോ മാലിക് ഇമാമ് തങ്ങൾ പറഞ്ഞു, അത് രണ്ടും വേണ്ട. പെണ്ണിന്റെ കൈ മുറിക്കും വേണ്ട, മയ്യത്തിന്റെ ഗുഹ്യസ്ഥാനം മുറിക്കണ്ട, മറിച്ച് നിങ്ങള് ആ പെണ്ണിനെ 80 അടി അടിക്കാ വേണ്ടത്. എന്തിനാ? അത് എന്താ 80 അടി അടിച്ചു നോക്കി, അപ്പൊ കൈയോട് വേറിടുന്നു പറഞ്ഞു. അങ്ങനെ ആ മയ്യത്തിന്റെ കൂടെ നിർത്തിയതായ മയ്യത്തിന്റെ ഗുഹ്യസ്ഥാനത്ത് പറ്റിക്കല്ലേ കൈ. 80 അടി അടിച്ചു. 80ാമത്തെ അടി അടിച്ചപ്പം പെണ്ണിന്റെ കൈയോട് വേറിട്ട് പോന്നു. അപ്പൊ സംഗതി അന്വേഷിച്ച് നോക്കുമ്പോ എന്താന്ന് വെച്ചാല്, ഈ മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്ത് ഈ കുളിപ്പിക്കുന്ന സ്ത്രീ മയ്യത്തിന്റെ ഗുഹ്യഭാഗം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ മനസ്സുകൊണ്ട് കറഞ്ഞ്, ആരോടും നാവോട് മുണ്ടിയിട്ടില്ല, ഈ ഗുഹ്യസ്ഥാനം കൊണ്ട് എത്ര വ്യഭിചാരം ചെയ്തിട്ടുണ്ടാവാം. വ്യഭിചാരം ചെയ്തിട്ടുണ്ട് എന്നല്ല, ഈ ഗുഹ്യസ്ഥാനം കൊണ്ട് എത്ര വ്യഭിചാരം ചെയ്തിട്ടുണ്ടാവാം എന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ടുള്ളൂ. അപ്പൊ നല്ല സ്വാലിഹത്തായ ഒരു സ്ത്രീയാണ് ഈ മയ്യത്ത്. അവരുടെ കറാമത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിചാരിച്ച പെണ്ണിന്റെ കൈ അവിടെ ഒട്ടിച്ച് വ്യഭിചാരോപണം നടത്തിയതിനുള്ള 80 അടി അടിച്ചതിന് ശേഷമാണ് ആ കയ്യോട് വേറിട്ട് വന്നത്. ഇതാണ് അവസ്ഥ. അപ്പൊ അങ്ങനെ വിചാരിക്കുന്നത് പോലും വലിയ കുറ്റമാണെന്നല്ല, ഈ വിചാരിക്കുന്ന വ്യക്തിയുടെ ഈമാനിൽ സംശയിക്കേണ്ടതാണ്. അള്ളാഹു അറിയും, അള്ളാഹു കാണും, നാളെ പരലോകത്ത് ഇത് ചോദ്യം ചെയ്യപ്പെടും എന്ന വിശ്വാസമുള്ള ഒരു വ്യക്തി ഒരിക്കലും ഒരു മനുഷ്യനെ സംബന്ധിച്ചും അങ്ങനെയുള്ള തുഹമത്തോടു കൂടി കാണാൻ പാടില്ല. വളരെ സൂക്ഷിച്ചില്ലെങ്കിൽ അവസാനം മരണസമയത്ത് ഈമാനൂരപ്പെട്ടു പോകും. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഹലോ, കേൾക്കുന്നുണ്ടല്ലേ? ഹലോ, ഓക്കെ. ഉസ്താദ് നേരത്തെ ബിദ്അത്തുകാരെ പറ്റി പറഞ്ഞോർത്ത്, ബിദ്അത്തുകാർ കാഫിറുണ്ട് ബിദ്അത്തുണ്ട് എന്ന് പറഞ്ഞ്, നരകശിക്ഷയിൽ ഏറ്റവും കൂടുതൽ ശിക്ഷ അനുഭവിക്കുന്ന വിഭാഗം മുനാഫിക്കുകളാണെന്ന് പറഞ്ഞല്ലോ. സാധാരണ ബിദ്അത്തുകാരെ കുറിച്ച് മുനാഫിക്കുകൾ എന്ന് പറയപ്പെടാറുണ്ട്. അത് ശരിയാണോ അല്ല എന്നുള്ള അറിയാൻ വേണ്ടിട്ടാ. അസ്സലാമു അലൈക്കും. നിഫാഖ് 2 തരമുണ്ട്. ഒന്ന്
വിശ്വാസത്തിലുള്ള നിഫാക്ക്, മറ്റൊന്ന് കർമ്മത്തിലുള്ള നിഫാക്ക്. ഈ വിശ്വാസത്തിലുള്ള നിഫാക്ക് ശുദ്ധ കുഫറാണ്. അവരെ പറ്റിയാണ് ഇന്നൽ മുനാഫിഖീന ഫി ദർക്കിൽ അസ്ഫലി മിനൻ നാർ എന്ന് പറഞ്ഞത്. നരകത്തിന്റെ ഏറ്റവും താഴെ തട്ടിലാണ് മുനാഫിഖ് എന്ന് പറഞ്ഞതും കാഫിരീങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നീചന്മാരാണ് മുനാഫിഖീങ്ങൾ എന്നും പറഞ്ഞത് വിശ്വാസപരമായ നിഫാഖാണ്. അതേ സമയത്ത് മുബ്തദീങ്ങളായ, അതായത് വഹാബി മൗദൂദി തബ്ലീഗാദി, നമ്മളെ നാട്ടിലൊക്കെ അറിയപ്പെടുന്ന മുബ്തദീങ്ങളെ പറ്റി നമ്മളെ ഉസ്താദന്മാരൊക്കെ സംസാരിക്കുന്ന സമയത്ത് മുനാഫിഖാണ്, നിഫാഖുള്ളവരാണ് എന്നൊക്കെ പറയുന്നത് ഈ നിഫാഖല്ല. അത് വേറിച്ച് മനസ്സിലാക്കണം. അത് കർമ്മപരമായ നിഫാഖാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ പ്രസിദ്ധമായ ഹദീസിലുണ്ടല്ലോ, ആയത്തുൽ മുനാഫിഖ് സലാസ, മുനാഫിഖിന്റെ അടയാളം, ലക്ഷണം മൂന്നാവുന്നു. ഒന്ന്, ഇദാ ഹദ്ദസ കദിബ, തൊള്ള തുറന്നാ കളവേ പറയുള്ളൂ. എപ്പോഴെങ്കിലും ഒരു അബദ്ധത്തിലൊരു കളവൊന്നുമല്ല, കളവേ പറയുള്ളൂ. വഇദാ വഅദ അഖ്ലഫ, വാഗ്ദാനം ചെയ്താൽ അതിന് വിപരീതേ ചെയ്യുള്ളൂ. വഇദാ തുമിന ഖാന, വിശ്വസിച്ചാൽ വഞ്ചിക്കേ ചെയ്യുള്ളൂ. മറ്റൊരു ഹദീസിൽ 4 കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ 4-മത്തേത് ഇദാ ഖാസമ ഫജറ, പ്രതിയോഗികളുമായി തർക്കിക്കുമ്പോൾ അശ്ലീലം പറയും. ഈ 4 കാര്യങ്ങളിൽപ്പെട്ട ഒന്ന് പതിവുണ്ടെങ്കിൽ കാന ഫീ ഖസ്ലത്തുൻ മിനൻ നിഫാഖ്, നിഫാഖിന്റെ ഒരു സ്വഭാവം അവനിലുണ്ട്. ഇത് 4 കൂടി ഉണ്ടെങ്കിൽ കാന മുനാഫിഖൻ ഖാലിസ, അവന്റെ വാക്കും പ്രവൃത്തിയും പൂർണ്ണ നിഫാഖാണ് എന്ന് പറഞ്ഞത് വിശ്വാസത്തിലുള്ള നിഫാഖല്ല, കർമ്മത്തിലുള്ള നിഫാഖാണ്. ശരിയല്ലേ? കർമ്മത്തിലുള്ള നിഫാഖ് വന്നു എന്നതുകൊണ്ട് കാഫറാണെന്ന് വിധിയില്ല. അല്ലെങ്കിൽ എല്ലാ മുത്തദീങ്ങളും കാഫറാണെന്ന് പറയുമല്ലോ. അപ്പോ മുനാഫിഖീങ്ങളാണ്, നിഫാഖുള്ളവരാണ് എന്ന് പറയുന്നത് ശരിയാണ്. ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. അത് ഈ പറഞ്ഞ മുത്തദീങ്ങൾക്ക് നിലവിലുണ്ട്. പക്ഷേ അവര് കാഫറാണെന്നോ നരകത്തിന് അടിത്തട്ടിലുള്ളവരാണെന്നോ പറയാൻ പറ്റൂല. അത് വിശ്വാസത്തിലുള്ള നിഫാഖാണ്. വിശ്വാസത്തിലുള്ള നിഫാഖ് ശുദ്ധ കുഫ്രിയത്താണ്. ഇത് പ്രവൃത്തിയിലുള്ള നിഫാഖാണ്. രണ്ടും വേർതിരിച്ച് മനസ്സിലാക്കുക. അസ്സലാമലൈക്കും. ഞാൻ വാങ്ങോടുത്തപ്പോ കൈ താത്തി പോയതാ. ഇനി എനിക്ക് റേഡിയോയിലാണ് ഞാൻ കേക്കല്. ഒരു കൂട്ടുകാരൻ്റെ അടുത്ത് വന്നപ്പോൾ വിളിക്കുക, ഉസ്താദ് ദ്വാരക്കണം, ബുധനാഴ്ച നാട്ടിൽ പോവാണ്. എനിക്കറിയേണ്ടി നഖം മുറിക്കല്, താടി വെട്ടല്, അത് വ്യാഴാഴ്ച അസറിന്റെ ശേഷമോ അതോ വെള്ളിയാഴ്ച രാവിലെയാണോ സുന്നത്ത്? അതുപോലെ നഖം വെട്ടുന്നതിന്റെ തർത്തീബൊന്നും അറിയാം. അസ്സലാമലൈക്കും. വഅലൈക്കും അസ്സലാം. അല്ലാഹു തആല യാത്രയ്ക്ക് റാഹത്തിലും ഖൈറിലുമാക്കി തെരുമാറാകട്ടെ. നാട്ടിലും കുടുംബത്തിലും ഒക്കെ ഉള്ള ജീവിതം അല്ലാഹു തആല സന്തോഷവും റാഹത്തും നൽകുമാറാകട്ടെ. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷം സുന്നത്താണ്, വെള്ളിയാഴ്ച രാവിലെ ജുമാന്റെ മുമ്പും സുന്നത്താണ്. ഈ രണ്ടാലൊരു സമയത്താണ് സുന്നത്ത്. രാത്രി ഒഴിവാക്കലാണ് നല്ലത്. രാത്രി ഹറാമൊന്നുമില്ലെങ്കിലും രാത്രി അല്ലാതിരിക്കലാണ് ഉത്തമം. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷവും അതുപോലെ തന്നെ വെള്ളിയാഴ്ച ജുമാന്റെ മുമ്പും ഈ 2 സമയത്തും സുന്നത്താണ്. ഈ 2 സമയത്ത് ചെയ്താലും വിരോധമില്ല, സുന്നത്ത് കിട്ടും. തർത്തീബ് എന്ന് പറഞ്ഞാൽ വലത്തെ കൈയിന്റെ ചൂണ്ടുവിരൽ കൊണ്ടാണ് തുടങ്ങേണ്ടത്. മുസബ്ബിഹ വിരല് എന്ന് പറഞ്ഞാൽ നമ്മള് അത്തയ്യാത്തുക്കോതും അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ ചൂണ്ടുന്ന വിരലാണല്ലോ തൗഹീദിലേക്ക് ഇശാറത്ത് ചെയ്യുക. അതിനൊരു ബഹുമാനം കൊടുത്തുകൊണ്ട് ഫസ്റ്റില് വലത്തെ കൈയിന്റെ ചൂണ്ടുവിരലിന്റെ നഖാണ് ഒരിക്കൽ സുന്നത്ത്. അത് കഴിഞ്ഞാൽ പിന്നെ നടുവിരല്, പിന്നെ അതിന്റെ അപ്പുറത്തെ വിരല്, പിന്നെ ചെറുവിരല്, പിന്നീടാണ് വലത്തെ കൈയിന്റെ പെരുവിരലിന്റെ നഖം മുറിക്കേണ്ടത്. അതിന് ശേഷം പിന്നെ ഇടത്തെ കൈ, ആദ്യം തന്നെ ചെറുവിരൽ മുതലാ മുറിക്കേണ്ടത്. ചെറുവിരൽ മുതൽ പെരുവിരൽ വരെ മുറിക്കുക.
കാലിൻ്റെത് വലത്തെ കാലിന്റെ ചെറുവിരൽ കൊണ്ട് തുടങ്ങി നേരെ പോന്ന് ഇടത്തെ കാലിന്റെ ചെറുവിരൽ കൊണ്ട് അവസാനിക്കുക. ഇങ്ങനെയാണ് കാലിൽ സുന്നത്ത്. അപ്പൊ കയ്യിലെ സുന്നത്തും കാലിലെ സുന്നത്തും അല്പം വ്യത്യാസമുണ്ട്. ആദ്യം വലത്തെ കൈയിന്റെ ചൂണ്ടുവിരൽ കൊണ്ട് തുടങ്ങി ചെറുവിരൽ വരെ പോവുകയും അത് കഴിഞ്ഞതിന് ശേഷം വലത്തെ കൈയിന്റെ പെരുവിരൽ നാം മുറിക്കുകയും ചെയ്യാം. ഇടത്തെ കൈ ആദ്യം തന്നെ ചെറുവിരൽ മുതൽ കൊണ്ട് തുടങ്ങി പെരുവിരൽ വരെ വന്ന് അവസാനിപ്പിക്കുക. കാലിൽ വലത്തെ കാലിന്റെ ചെറുവിരൽ കൊണ്ട് തുടങ്ങി ഇടത്തെ കാലിന്റെ ചെറുവിരൽ കൊണ്ട് അവസാനിപ്പിക്കുക. ഇങ്ങനെയാണ് സുന്നത്ത്. അത് വ്യാഴാഴ്ച ളുഹറിന്റെ ശേഷം തുടങ്ങി മഗ്രിബ് വരെയുള്ള സമയത്തോ വെള്ളിയാഴ്ച സുബഹി മുതൽ തുടങ്ങി ജുമാക്ക് പുറപ്പെടുന്നതിന്റെ മുമ്പുള്ള സമയത്തോ ആവലാണ് ഏറ്റവും നല്ല സുന്നത്ത്. ഈ 2 ദിവസമായാലും സുന്നത്ത് കിട്ടും. അസ്സലാമു അലൈക്കും. 5000 പൊക്കി ബൈക്ക് എടുക്കുന്നില്ല ഉസ്താദെ. അപ്പോ പിന്നെ മകനിക്ക് വേണ്ടി വാപ്പ സാക്ഷി പറയാൻ പറ്റൂല, വാപ്പാക്ക് വേണ്ടി മകനും സാക്ഷി പറയാൻ പറ്റൂല. ഇങ്ങനെ ഒരു സന്ദർഭം വന്നാലേ ഒരു വീട്ടിന്റെ ഉള്ളിൽ നടക്കുന്ന ഒരു സംഭവം അതിപ്പോ വേറെ ആരും കാണുന്നില്ല, പുറത്ത് ഇപ്പൊ രാത്രിയോ മറ്റുള്ള സമയത്ത് നടക്കുന്നതാണ്. ഇങ്ങനെ കണ്ടാൽ പിന്നെ ഈ സാക്ഷികളെ സംബന്ധിച്ച് ഈ നടന്ന സംഭവത്തിന് എന്ത് ചെയ്യും എന്ന് അറിയണം. അസ്സലാമു അലൈക്കും. സാക്ഷി നിൽക്കുക, കോടതിയിൽ കേസ് സ്ഥിരപ്പെടണമെങ്കിൽ ഈ പറഞ്ഞ നിബന്ധന തന്നെ പാലിക്കണം. അല്ലെങ്കിൽ കോടതി സ്ഥിരപ്പെടൂല. അതിന് പനി കണക്ക്. സാക്ഷിയില്ലാത്ത എത്ര കേസുകളുണ്ട്. ആ കേസ് കോടതിയിലെത്തിയാൽ കോടതി തള്ളിപ്പോവും. വേറെ നിവൃത്തിയൊന്നുമില്ല. ഒരു വീട്ടിലാണ് സംഗതി നടക്കുന്നത്. ഒരു മകനെതിരിൽ മറ്റൊരു മകൻ എന്തോ ചെയ്തു കൂട്ടിക്കോളി. അതിന് ബാപ്പയാണ് സാക്ഷി പറയുന്ന ഒന്ന്. ഒരു മകനും ബാപ്പി മകനും സാക്ഷിയായിരുന്ന കേസ് ശിക്ഷിക്കാൻ കോടതിയിൽ ഒപ്പുണ്ടാവില്ല. അല്ലെങ്കിൽ ഇപ്പൊ എല്ലാ കേസും ഈ ദുന്യാവിൽ നടക്കുന്ന എല്ലാ കേസും കോടതിയെ ശിക്ഷിക്കാൻ ഒപ്പില്ലല്ലോ, സാധിക്കൂലല്ലോ. സാധിക്കണമെങ്കിൽ കോടതി ഇന്ന് ശിക്ഷ വാങ്ങി കൊടുക്കണമെങ്കിൽ അതിന് നിബന്ധന അനുസരിച്ച് സാക്ഷി പറയുക വേണം. അല്ലെങ്കിൽ പിന്നെ കക്ഷി സമ്മതിക്കണം. ഇഖ്റാർ കൊണ്ട് ഏത് കേസും സ്ഥിരപ്പെടും. ഇഖ്റാർ ചെയ്യാത്തോടത്താണല്ലോ സാക്ഷി വേണ്ടി വരിക. സാക്ഷി വേണ്ടി വരുന്നോടത്ത് ഇപ്പൊ ഇവിടെ വാപ്പയേ ഉള്ളൂ അല്ലെങ്കിൽ മകനേ ഉള്ളൂ, എന്നാ പിന്നെ കോടതി ആ കേസ് സ്ഥിരപ്പെടുന്ന കേസ് തള്ളിപ്പോവും. അള്ളാഹിനോട് മുറുക്കലിനെ തേടുക. മറ്റു മാർഗം മധ്യസ്ഥതയിലൂടെയോ മസലായത്തിലൂടെയോ ഒക്കെ പരിഹാരാക്കുക. UAE-ക്കാരെങ്കിലും കൈയൊന്നിച്ചിട്ടുണ്ടെങ്കിൽ ഓലിപ്പം നിസ്കാരത്തിന് സമയക്കാരം ഓരോ നിസ്കാരം കഴിഞ്ഞ് വരുമ്പോത്തിന് നമ്മളെ സമയദേശാണ്ട് കയ്യും ചെയ്യും. ഏതായാലും ആട്ടെ, എല്ലാത്തോലും ഉണ്ടാവുമല്ലോ, ഓല് മൈക്കിർത്തോട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, ചോദ്യമുള്ളത്, അള്ളാഹുവിന്റെ പാരത്രിക ലോകത്ത് ദുനിയാവിൽ കുറച്ചു കാലം ജീവിക്കുന്ന നമ്മൾക്ക് പാരത്രിക ലോകവും അവിടുന്ന് അങ്ങോട്ടുള്ള ജീവിതമൊക്കെ രക്ഷപ്പെടണം. ആയതിനാൽ മഅ്ശറ വൻശബയിൽ നിൽക്കുന്ന ആ നൃത്തത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ നമ്മുടെ പഠിപ്പിക്കൊണ്ടേ ഒരു വിഭാഗം ആളുകൾ നെരിയാണി വരെ, മുട്ടുവരെ, അരവരെ, നെഞ്ഞുവരെ, കഴുത്തുവരെ അങ്ങനെ വിയർപ്പിൽ മുങ്ങി നിൽക്കുന്ന ആ ഒരു സംഭവം, അതിൽ രക്ഷപ്പെടുന്ന ആളുകൾ മരിക്കുന്ന സമയം ഈമാൻ സലാമത്തായി യഥാർത്ഥ മുഅ്മിനായി കാമിലായ കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച ആളുകൾ അതിൽ പെടുമോ? അതിനെക്കുറിച്ചൊന്ന് ഉസ്താദ് വിശദീകരിക്കണം. തന്നെയുമല്ല, മരിക്കുന്ന സമയം ഈമാൻ സലാമത്തായി കിട്ടാൻ എന്തെല്ലാമാണ് ചെയ്യേണ്ടത് എന്നും ഉസ്താദ് ഒന്ന് പറഞ്ഞാൽ വളരെ ഉപകാരമായിരുന്നു. അസ്സലാമു അലൈക്കും. മൈക്കിൽ ചെയ്യുന്നു. വലൈക്കും അസ്സലാം. അല്ലാഹു തആല സലാമത്താക്കട്ടെ എന്ന് ദുആ ചെയ്യല്ലാതെ അത് ഒറ്റ വാക്കിലൊന്നും പറയാൻ പറ്റുന്ന കേസല്ലല്ലോ. ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മം, ഈമാനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം, ഏറ്റവും പ്രധാനം ഈമാൻ സലാമത്താകാൻ എപ്പോഴും പടച്ചോനെ എന്റെ ഈമാൻ എന്തായിത്തീരും
എന്റെ അവസാനം എന്തായി തീരും, എന്റെ ആഖിബത്ത് എങ്ങനെ വരും എന്നുള്ള പേടി എത്ര കണ്ടുണ്ടോ അത്രയും കൂടുതൽ അവസാനം സലാമത്തിന് കാരണമാവും. എപ്പോഴാണോ ഒരു മനുഷ്യന് ഞാനൊന്നും ഇപ്പൊ അത്ര ബേജാറില്ല, എനിക്കൊക്കെ അത്യാവശ്യം മോശം ഉണ്ടാവില്ല, ഞാനൊക്കെ രക്ഷപ്പെടും എന്ന് എപ്പോൾ തോന്നിയോ അങ്ങനത്തെ ആളുകളുടെ ഈമാൻ ഊരപ്പെടും. ഈമാൻ വർദ്ധിക്കും തോറും ഈമാൻ നഷ്ടപ്പെട്ടു പോകുമോ, അവസാനം അപകടത്തിൽ ചാടുമോ എന്നുള്ള പേടി വർദ്ധിക്കലാണ് അതിന്റെ അടയാളം. ഈ പേടി കുറയലാണ് ഈമാൻ ഊരപ്പെടുന്നതിന്റെ അടയാളം. അപ്പൊ അതിന് സ്വാലിഹ അമലുകൾ വർദ്ധിപ്പിക്കുക, മോമിനീങ്ങളായ ആളുകളെ സംബന്ധിച്ചുള്ള ഗീബത്ത് നമീമത്ത് ഒഴിവാക്കുക, ഫസാദ് ഫിത്നകളിൽ നിന്നിട്ട് മാറി നിൽക്കുക, ഇതാണ് അതിന് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യാനുള്ളത്. അടിയുറച്ച ഈമാൻ വർദ്ധിക്കും തോറും പേടി കൂടുക. ഈമാൻ വർദ്ധിക്കുന്നതിന്റെ അടയാളം തന്നെയാണ് ഈ പേടി കൂടുക എന്നറിയുന്നത്. മോചാരായി എന്നതുകൊണ്ട് രക്ഷപ്പെടുന്നൊന്നും ആരും വിചാരിക്കണ്ട. മോചാരും അല്ലാത്തവരും ഒക്കെ കണക്കാണ്. അള്ളാഹുവിനെ പറ്റിയിട്ടുള്ള പേടി, അവസാനം ഈമാൻ ഊരപ്പെട്ടു പോകുമോ എന്നുള്ള ഭയം, ഇത് എപ്പോഴും കൊണ്ട് നടക്കണ. പടച്ചോനെ എന്റെ അവസാനം എന്താവും. ചില നല്ല സ്വാലിഹീങ്ങളെ കണ്ടിട്ട് ഞങ്ങള് അവർക്ക് എപ്പോഴും പറയാനുണ്ടാണ് ആഖിബത്ത് നന്നാവാൻ വേണ്ടി ദ്വാരക്കണേ ഉസ്താദെ, അല്ലെങ്കിൽ ആഖിബത്ത് നന്നാവാൻ വേണ്ടി ദ്വാരക്കണം മൊലിയാരെ. ഏത് തങ്ങൾ പാപ്പാനെ കണ്ടാലും ഉസ്താദന്മാരെ കണ്ടാലും നല്ല ഏതൊരു മനുഷ്യനെ കണ്ടാലും അവർക്ക് പറയാനുള്ളത് എന്താ, അവസാനം സലാമത്താൻ വേണ്ടി, ഈമാൻ സലാമത്തായി കിട്ടാൻ വേണ്ടിയിട്ട്, ആഖിബത്ത് നന്നാവാൻ വേണ്ടിയിട്ട് ദ്വാരക്കണേ. അതേ സമയത്ത് ഞമ്മളെപ്പോലത്തെ പോക്കിരികള് നമ്മക്കയാതി വേജാറൊന്നുമില്ല. ഞമ്മളൊക്കെ ഇപ്പൊ നേരത്തെ തന്നെ സ്വർഗത്തിൽ സീറ്റ് പിടിച്ച കോലാണ്. അള്ളാഹു തആല നമ്മളെ കാക്കട്ടെ. എത്ര കണ്ട് ആ അവസാനത്തെ പറ്റി ഈമാൻ ഊരപ്പെട്ടു പോകുമോ എന്ന പേടി വരികയും ആഖിബത്ത് സലാമത്താകാൻ വേണ്ടിയിട്ട് ദ്വാരിപ്പിക്കുകയും ചെയ്തുകൊണ്ട് സൂക്ഷ്മത പാലിക്കുക. മോമിനീങ്ങളെ, പ്രത്യേകിച്ച് ദീനിന്റെ ഖാദിമീങ്ങളെ ഗീബത്തും നമീമത്തും പറയുന്നത് ഒഴിവാക്കുക. അതല്ലാതെ ആഖിബത്ത് നന്നാകാൻ മറ്റു വഴിയൊന്നും ഇല്ല. ആലിമീങ്ങളും ഇൽമിന്റെ അയലുകാരും ദീനിന്റെ ഖാദിമീങ്ങളും ആയ ആളുകളെ ഗീബത്തും നമീമത്തും പറയുന്നവൻ എന്തായാലും അവസാനം ഈമാൻ ഊരപ്പെട്ട് പോകും. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. പിന്നെ മൂമിനായി മരണപ്പെട്ടു എന്നതുകൊണ്ട്, ഈമാൻ സലാമത്തായി ഈമാനോടുകൂടി മരണപ്പെട്ടു എന്നതുകൊണ്ട് മശ്റയിലുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നും അതുപോലെ തന്നെ ആ വിയർപ്പിൽ നിന്നും രക്ഷപ്പെട്ടു കൊള്ളണം എന്നില്ല. അത് ചില പ്രത്യേക വിഭാഗം, 7 വിഭാഗത്തെ പറ്റി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, സബഅത്തുൻ യുദില്ലുഹുമുല്ലാഹു ഫീ ളില്ലിഹി യൗമ ലാ ളില്ല ഇല്ലാ ളില്ലുഹു. റബ്ബ് സുബ്ഹാനഹു വ തആല പ്രത്യേകമായി ആദരിച്ചുകൊണ്ട് തണൽ നൽകിയവരല്ലാത്ത മുഴുവൻ ആളുകൾക്കും മശ്റയിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വരും. 7 വിഭാഗം ആളുകൾക്ക് അല്ലാഹു തആല മറ്റാതൊരു നിഴലും ലഭിക്കാത്ത ആ മശ്റയിൽ അവൻ പ്രത്യേകമായ നിഴൽ കൊണ്ട് തണലേകും എന്ന് പറഞ്ഞല്ലോ. ആ 7 വിഭാഗം ഈ പറഞ്ഞ യാതൊരു ബുദ്ധിമുട്ടും അവർക്ക് വരുന്നില്ല. അവർക്ക് ഈ വെയിൽ കൊള്ളുന്നില്ല, വിയർപ്പ് അനുഭവപ്പെടുന്നില്ല, തിക്കും തിരക്കും അനുഭവപ്പെടുന്നില്ല. അല്ലാതെ ഈ 7-ൽ പെടാത്ത ബാക്കി മോമിനീങ്ങളായ ആളുകളാണെങ്കിൽ പോലും അവരുടെ പദവിക്കും സ്ഥാനത്തിനും അനുസരിച്ച് ഈ വിയർപ്പും പ്രയാസവും ഏറിയും കുറഞ്ഞും ഉണ്ടാകും. കാരണം അത് മശ്റ അങ്ങനെയാണ്. അതിൽ രക്ഷപ്പെടണമെങ്കിൽ ഈ 7-ൽ ഒരു വിഭാഗത്തിൽപ്പെട്ടാൽ പൂർണ്ണമായി രക്ഷപ്പെടും. അങ്ങനെ ചില പ്രത്യേകം ഓഫറുള്ള മഹാന്മാര് ഉണ്ട്. അവരല്ലാത്ത മുഅ്മിനീങ്ങൾ, സാലിഹീങ്ങളാവട്ടെ, ഫാസിഖീങ്ങളാവട്ടെ, കാഫിരീങ്ങളാവട്ടെ, അവർക്കൊക്കെ ഇതുണ്ട്. എല്ലാവർക്കും ഒരു രീതിയിലല്ല, അവരവരുടെ സ്ഥാനമാനങ്ങൾക്കും പദവികൾക്കും അനുസരിച്ച് അത് ഏറിയും കുറഞ്ഞും ഇരിക്കും. അല്ലാഹു തആല നമ്മൾ ഈ ഒരുമിച്ച് കൂടിയത് പരിശുദ്ധ ദീനാവുന്ന അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പേരിലുള്ള മഹബത്തിലാണല്ലോ നമ്മൾ ഈ ഒരുമിച്ച് കൂടിയത്. ഇത് ഒരു സബബായി അല്ലാഹു തആല നമ്മളിൽ നിന്നിട്ട് കബൂലാക്കുകയും അത് മുഖേന വറജുലാനി തഹാബ്ബാ ഫില്ലാഹി ഇജ്തമാ അലൈഹി വഫ്തറഖാ അലൈഹി,
ഏഴിൽപ്പെട്ട ഒരു കൂട്ടർ പറഞ്ഞത് അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ച് അവന്റെ ദീനിന് വേണ്ടി പരസ്പരം ഒത്തുകൂടുകയും മഹബത്ത് വെക്കുകയും ചെയ്യുന്ന ആളുകൾ അർശിന്റെ തണല് ലഭിക്കുന്ന ഭാഗ്യവാന്മാരാണ്. അതിൽപ്പെട്ട അള്ളാഹുവിന്റെ ദീനാവുന്ന സുന്നത്ത് ജമാഅത്ത് മാത്രം ലക്ഷ്യം വെച്ച് വ്യക്തിപരമോ സാമ്പത്തികമോ ഭൗതികമോ ആയ ലക്ഷ്യങ്ങളൊന്നുമില്ലാതെയാണ് നമ്മളിപ്പോ ഇവിടെ ക്ലാസ് റൂമിൽ സുന്നത്ത് ജമാഅത്തിന്റെ പേരിൽ ഒരുമിച്ച് കൂടിയത്. ഇത് അള്ളാഹു തആല മരണം വരെ നിലനിർത്തി തരികയും ഇതിന്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു തആല റജുലാനി തഹാബ്ബാ ഫില്ലാ എന്ന് പറയുന്ന കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അർശിന്റെ തണല് കൊണ്ടും തണലേകി രക്ഷപ്പെടുത്തുന്ന മഹാഭാഗ്യവാന്മാരിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. മൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദേ, ഒരു കാര്യം ചോദിക്കാനാണ്. മരിക്കുന്നതിന് മുന്നേ ഒരാൾക്ക് മയ്യത്ത് നിസ്കരിക്കാൻ പറ്റുമോ? ഒരാളിങ്ങനെ വിഷയം പറഞ്ഞ അടിസ്ഥാനത്തിൽ ചോദിക്കുകയാണ്. ഇങ്ങനെ അവിടെ നാട്ടിൽ ഇങ്ങനെ ഒരാളങ്ങനെ ചെയ്തതായി കേട്ട് അങ്ങനെ നിസ്കരിച്ചിട്ടുണ്ടെന്ന്. അപ്പോ അതൊന്ന് ഒരാളിനെ ചോദിച്ചാണ് നിസ്കരിക്കാൻ പറ്റുമോ ചോദിച്ചപ്പോൾ ഞാൻ എനിക്കറിയില്ല, അവസ്ഥാനം ചോദിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ മൈക്കെടുത്താണ്. അതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ക്ലാസ് റൂമിൽ അഡ്മിനായ അബു ഫാത്തിമ ആ നാട്ടിലേക്ക് പോവാണ്. ഇൻഷാ അള്ളാ ഇന്ന് രാത്രി 8 മണിക്ക് ക്ലാസ് റൂമിൽ അഡ്മിനാണ്. പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി സ്ഥാനോട് അറിയിച്ചിട്ടുണ്ട്. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ചോദ്യം തുടക്കത്തിൽ കുറച്ച് കേട്ടില്ല, അതുകൊണ്ട് തന്നെ ചോദ്യത്തിന്റെ മർമ്മം മനസ്സിലായിട്ടില്ല. യാത്ര പോകുന്ന അബൂ ഫാത്തിമ അല്ലാഹു സുബ്ഹാനഹു വ തആല യാത്ര റാഹത്തിലും ഖൈറിലുമാക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ യാത്ര റാഹത്തുള്ളതും നാട്ടിലെത്തി കുടുംബത്തിലും സ്വന്തത്തിലുമൊക്കെ അല്ലാഹു തആല ഖൈറും ബറക്കത്തും സന്തോഷവും റാഹത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. അർജാസ്, ആ ചോദ്യം തന്നെ ഒന്നുകൂടി ആവർത്തിക്കേണ്ടതുണ്ട്. തുടക്കം ഞാൻ കേട്ടിട്ടില്ല. എന്നിട്ട് അടുത്ത ആള് മൈക്കെടുക്കാം. ഉസ്താദേ, ഒരാളിങ്ങനെ ഒരു വിഷയം അറിയാൻ വേണ്ടി ചോദിച്ചതാണ്. മരിക്കാത്ത ആളുടെ പേരിൽ മയ്യത്ത് നിസ്കരിക്കാൻ പറ്റുമോ എന്നാണ്. എനിക്ക് തോന്നുന്നത് അവരങ്ങനെ നിസ്കരിക്കാൻ കാരണം അത്രയും അവരെക്കൊണ്ട് ബുദ്ധിമുട്ടിച്ചതുകൊണ്ടാണ്. ഞാൻ ഇപ്പോ വീണ്ടും ഉമ്മനോട് പോയി ചോദിച്ചു എന്തുകൊണ്ടാ ചോദിക്കാൻ കാരണം എന്ന്. അപ്പൊ ഉമ്മനോട് ആരോ ഒന്ന് പറഞ്ഞാണ് ഇങ്ങനെ അങ്ങനെ നിസ്കരിച്ചിട്ടുണ്ട്. അപ്പൊ എന്നോട് ഇപ്പൊ നേരത്തെ ചോദിച്ചാൽ നമ്മൾ നിസ്കരിക്കാൻ പറ്റുമോ ചോദിച്ചാൽ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, അവസാനം ചോദിച്ചു പറയാൻ പറഞ്ഞാണ്. അപ്പൊ അങ്ങനെ ഒരാളുടെ പേരിൽ ഇങ്ങനെ മയ്യത്ത് നിസ്കരിച്ചിട്ടുണ്ട്, പക്ഷെ ആള് മരിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെ നിസ്കരിക്കാൻ എന്തെങ്കിലും വകുപ്പുണ്ടോ അതിൽ ഇസ്ലാമിൽ എന്നാലും മറ്റാണ് മൈക്ക് കൊടുക്കും. പടച്ചോനെ, മരിച്ചോൽക്ക് തന്നെ നിസ്കരിക്കാൻ ഒഴിവില്ല. ഇവിടെ അതിനകത്ത് ആളുകൾ മരിച്ചോൽ തന്നെ ഉണ്ട്. എന്നിട്ട് ജീവിച്ചിരിക്കുന്നവർക്ക് അഡ്വാൻസ് ആയിട്ട് നിസ്കരിച്ചിരിക്കുന്ന വകുപ്പ് ഇസ്ലാമിലില്ല. മനസ്സിലായില്ലേ? ആൾക്കാർക്കറിയില്ലേ, മറമാടി കൂടി ചെയ്തില്ലെങ്കിൽ പിന്നെ കുറച്ച് ദിവസം മരിച്ചവർക്ക് നിസ്കരിക്കാൻ പറ്റുള്ളൂ, മരിക്കാത്തവർക്ക് വേണ്ടിയിട്ട് നിസ്കരിക്കാൻ പറ്റൂല കേട്ടാ. അതിനൊരു വകുപ്പുമില്ല. അത് കടുത്ത തെറ്റും കുറ്റവും ആകുന്നു. ഒരു മനുഷ്യൻ, ചില ആള് നാട്ടിലൊരു അന്ധവിശ്വാസമുണ്ട്. ചില ആളുകള് പറഞ്ഞാല് വല്ലാതെ പറ്റുന്ന കണ്ണേറ് നാപ്പോര് എന്നൊക്കെ പറയുന്ന ലക്ഷണക്കേടുള്ള മനുഷ്യനാണ്. ഇവനെ കൊണ്ട് ശല്യമായിട്ട് ഓൻ ഉറങ്ങിക്കിടക്കുമ്പോ അറിയാതെ ഓന്റെ അടുത്ത് പോയിട്ട് മയ്യത്ത് കരിക്കുക, ഓന്റെ ശല്യം ഒഴിവാക്കി കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു നാട്ടിൽ അന്ധവിശ്വാസമുണ്ട്. പക്ഷെ അത് തെറ്റാണ്. ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യന് വേണ്ടി മയ്യത്ത് നിസ്കരിക്കാൻ അറിഞ്ഞുകൊണ്ട് പാടില്ല. പണ്ട് വഹാബികൾ നിസ്കരിച്ചിരുന്നു.
മനസ്സിലായില്ലേ? വേങ്ങനടുത്ത് ഒരു വഹാബി പള്ളിയിൽ വെച്ചിട്ട് അന്ന് അഖിലേന്ത്യാ ലീഗിന്റെ ഒരു നേതാവായിരുന്ന ഒരാളുടെ പേരിൽ മയ്യത്ത് നിസ്കരിച്ചു. അത് പിന്നെ വലിയ പുക്കാറും ഒച്ചപ്പാടുമായി. എല്ലാം ചരിത്രം അറിയാം, നമ്മളെ കേൾവിക്കാരൻ ഉസ്താദിനൊക്കെ നന്നായിട്ട് അറിയുന്ന സംഭവം. അതുപോലെ തന്നെ ഈ സംഭവം അറിയുന്ന പലരും ഉണ്ടാവാം. അങ്ങനെയല്ലാതെ ഇസ്ലാമിൽ ജീവിച്ചിരിക്കുന്ന ഒരാൾക്ക് ജീവിതകാലത്ത് മയ്യത്ത് നിസ്കരിക്കാൻ വകുപ്പ് ഇസ്ലാം ദീനിൽ ഇല്ല. അത് തെറ്റാവുന്നു. മണ്ടത്തരം ചോദ്യമാണ്. പിന്നെ നല്ല നല്ല ദിവസങ്ങൾ വരുമ്പോ ഇപ്പൊ നാളത്തെ രാത്രി തന്നെ കൂട്ടാ രണ്ട് ഉമ്മമാരൊക്കെ വല്ല മറാത്തുന്നല്ല ഏതൊരു ദിവസം വരെ മധുരമലയാളങ്ങളോ നല്ല നല്ല ഭക്ഷണം ഉണ്ടാക്കിയാൽ മരിച്ചവരുടെ മേൽ ഫാത്തിഹ ഓതാൻ വേണ്ടി പറയും. എന്നാൽ അവരുടെ കവറിലേക്ക് എത്തുന്നത്, അവർ ബാധിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഭക്ഷണം തന്നെ അവരുടെ കവറിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നാണ്. അങ്ങനെ ആകുമ്പോ ഈ ദുനിയാവിൽ ഭക്ഷണം കഴിക്കാത്തവരുണ്ടാവല്ലോ, പറ്റാത്ത ഭക്ഷണം, എന്നാൽ ആ ഭക്ഷണം അവരിലേക്ക് എത്തിച്ചു കൊടുക്കുമ്പോ അതൊരു ചോദ്യമല്ല, സാധാരണ സ്ത്രീകളൊക്കെ ചോദിക്കുന്നതാണ്. അങ്ങനെയാണോ അല്ല ഈ ഫാത്തിഹയുടെ പ്രതിഫലമാണോ എത്തിക്കുന്നത്, ഭക്ഷണത്തിന്റെ പ്രതിഫലമാണോ എത്തിക്കുന്നത് എന്നറിയാൻ വേണ്ടിയാണ്. അസ്സലാമു അലൈക്കും. സൂര്യന്റെ ഓരോ വിസ്കാരി ഫാത്തിഹന്റെ പ്രതിഫലം എത്തും, ഭക്ഷണത്തിന്റെ പ്രതിഫലവും എത്തും. ഒന്നെത്തിയോണ്ട് മറ്റേ എത്താതെക്കൂല. അപ്പൊ നിങ്ങള് ബേജാറാണ്ട. ഇവിടെ പൂളുണ്ടാക്കിയിട്ട് സദക്ക ചെയ്തു, ഇയാൾക്കാണെങ്കിൽ ഗ്യാസ് ട്രബിളിന്റെ ഭയങ്കര തകരാറുള്ള ആളേനി. അങ്ങനെ അയാൾക്ക് കബറിൽ ഇനിയിപ്പോ ആ പൂള കൊണ്ടുപോയി കൊടുത്താൽ അയാൾക്ക് ഇനിയിപ്പോ അവിടെ ഈ ഗ്യാസ് ട്രബിളിന്റെ പ്രയാസം ഉണ്ടാവുമോ എന്നുള്ള ബേജാറല്ലേ ഇപ്പൊ നിങ്ങൾക്ക്? ആ ബേജാറ് വേണ്ട. ദുന്യാവിലുള്ള ഭക്ഷണത്തിന് മാത്രമേ ഈ എന്തുള്ളൂ, സൈഡ് എഫക്റ്റും റിയാക്ഷനും ഒക്കെ ഉള്ളൂ. അതേ സമയത്ത് ആഹ്ലത്തിലുള്ള ഭക്ഷണത്തിന് അങ്ങനത്തെ യാതൊരു കുഴപ്പവും ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? ഈ ദുനിയാവിലുള്ള ഉത്തൂബിഹി മുത്തശാബിഹ എന്ന് പറഞ്ഞ് ഖുർആൻ പറഞ്ഞ് കേട്ടിട്ട് ഞങ്ങള് ദുന്യാവിലുള്ള ഭക്ഷണത്തിനോട് ബാഹ്യമായി സാമ്യമുള്ള ഭക്ഷണമായിരിക്കും ആഖിറത്തിൽ കൊണ്ടുവരപ്പെടുക. ബാഹ്യമായ സാമ്യമേ ഉള്ളൂ, ഗുണത്തിൽ സാമ്യതയില്ല. ദുന്യാവിലുള്ള ഭക്ഷണവും ആഖിറത്തിൽ ലഭിക്കുന്ന ഭക്ഷണവും ഗുണത്തിൽ വ്യത്യാസമുണ്ടാകും. സ്വതക്ക ചെയ്യുക, ഇവിടെ രണ്ട് ഫാത്തിഹ ഓതുക എന്ന് പറയുന്നത് അതൊരു അമലാണ്. ഫാത്തിഹ ഓതി ദ്വാരക്കുക എന്ന് പറയുന്നത് അതൊരു അമലാണ്. അതേ സമയത്ത് ഭക്ഷണങ്ങൾ അന്നപാനാദികൾ ഉണ്ടാക്കിയിട്ട് സദക്ക ചെയ്യുക എന്ന് പറയുന്നത് വേറൊരു അമലാണ്. തമാശക്ക് പറഞ്ഞല്ല, അതുകൊണ്ട് തന്നെ രണ്ടും കിട്ടും. ഇത് ഇജ്മാ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ്, ആർക്കും അഭിപ്രായ വ്യത്യാസമല്ല. ഒരു മുഅ്മിനായ മനുഷ്യന് വേണ്ടിയിട്ട് സ്വാലിഹായ അമലുകൾ ചെയ്തുകൊണ്ട് ദുആ ചെയ്യുക, ദാനധർമ്മങ്ങൾ ചെയ്യുക എന്നത് അവർക്ക് അതുകൊണ്ട് പ്രതിഫലം കിട്ടും എന്ന കാര്യം ഇജ്മാണ്. അപ്പൊ ഈ ഭക്ഷണം കൊടുത്തതിന്റെ പ്രതിഫലവും കിട്ടും, ഓതി ദുആരുന്നതിന്റെ പ്രതിഫലവും കിട്ടും. അത് അദ്ദേഹം ഇഷ്ടപ്പെടുന്ന ഭക്ഷണമാണെങ്കിൽ അങ്ങനെ തന്നെ കിട്ടാം, അല്ലെങ്കിൽ അതിന്റെ പ്രതിഫലം കിട്ടാം. രണ്ടായിരം പ്രതിഫലം കിട്ടും, അത് കുഴപ്പമില്ല. ഓക്കെ. അസ്സലാമു അലൈക്കും. ഉസ്താദേ, എന്റെ ഭാര്യയും പ്രസവിച്ച് എന്റെ ജ്യേഷ്ഠന്റെ ഭാര്യയും പ്രസവിച്ചു. എന്റെ ഭാര്യ പെൺകുട്ടിയെ പ്രസവിച്ചു, ജ്യേഷ്ഠന്റെ ഭാര്യ ആൺകുട്ടിയെ പ്രസവിച്ചു. അപ്പൊ നമ്മള് രണ്ടുപേരും ഒരേ വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പൊ ഇവര് വളർന്നു കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും പരസ്പരം കാണല് അനുവദനീയം അല്ലല്ലോ. ആ സമയത്ത് ഇത് അനുവദനീയമാവാൻ വേണ്ടി എന്റെ ഭാര്യ ജ്യേഷ്ഠന്റെ കുട്ടിക്ക് മുല കൊടുക്കുകയും അതുപോലെ തന്നെ തിരിച്ച് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ഇത് ഭാവിയിൽ അനുവദനീയം ആകുമോ? അങ്ങനെ ആകുകയാണെങ്കിൽ ഇതൊരു നല്ല പ്രവണത ആണോ? ജസ്റ്റ് അറിയാൻ വേണ്ടി. ചോദ്യത്തിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പൊരുത്തപ്പെടണം. അസ്സലാമു അലൈക്കും. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ സൂക്ഷ്മത പാലിക്കുകയും സംഗതി രേഖപ്പെടുത്തി വെക്കുകയും വേണം. എന്ന് പറഞ്ഞാൽ ജ്യേഷ്ഠന്റെ മകനും അനുജന്റെ മകളും തമ്മിൽ വിവാഹം ഹലാലാവുമല്ലോ, അതുകൊണ്ടാണ് കാണാൻ പറ്റില്ല അറിയണേ.
അതേ സമയത്ത് പരസ്പരം മുല കൊടുത്താൽ നേരെ മക്കളെ സ്ഥാനം വന്നു. ഈ ജ്യേഷ്ഠന്റെ മകൻ നിങ്ങളുടെ മകനായിട്ടും നിങ്ങളുടെ മകൾ ജ്യേഷ്ഠന്റെ മകളായിട്ടും വരും. അങ്ങനെ വരുമ്പോ പരസ്പരം കാണുന്നത് കൊണ്ടും തൊടുന്നതുകൊണ്ടൊന്നും കുഴപ്പമുണ്ടാവില്ല. ആ നിലക്ക് ഓക്കെയാണ്. പക്ഷേ പിന്നെ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, ഇവര് തമ്മിൽ നേരിട്ടല്ലെങ്കിൽ ഇവരുടെ മക്കൾ തമ്മിലുള്ള വിവാഹത്തിനെ വരെ അത് ബാധിക്കും. അത് വിവാഹ സംബന്ധമായ മുലകുടി ബന്ധത്തിലൂടെ വിവാഹം മാറാമാവുന്നവരാരൊക്കെ എന്ന് മനസ്സിലാക്കി അതനുസരിച്ച് ഭാവി ജീവിതത്തിൽ ശ്രദ്ധ ചെലുത്തേണ്ടി വരും എന്നത് ശ്രദ്ധിക്കുകയാണെങ്കിൽ ബാക്കി കുഴപ്പമൊന്നുമില്ല. ഈ പറഞ്ഞേക്ക് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നത് കൊണ്ടോ തൊടുന്നത് കൊണ്ടോ കുഴപ്പമില്ല, നേരെ സഹോദര സഹോദരിമാരായി മാറും. അപ്പൊ അവര് തമ്മിൽ വിവാഹബന്ധം പറ്റാതെ വരും. ആ നിലക്ക് പിന്നീട് വരുന്ന വിവാഹ സംബന്ധമായ കാര്യങ്ങളിൽ സൂക്ഷ്മത പാലിക്കാൻ ശ്രദ്ധിച്ചാൽ മതി. അതുകൊണ്ടാണ് അത് എഴുതി സൂക്ഷിക്കണം എന്ന് പറയുന്നത്. സംഗതി ഓക്കെയാണ്. ഇസ്തിഹാസന്റെ ചോദ്യമാണ്, പുരുഷന്മാർക്ക് വൈറ്റ് ഗോൾഡ് അനുവദനീയമാണോന്നാ ചോദിച്ചത്. പുരുഷന്മാർക്ക്. അതുപോലെ വേറൊരു ചോദ്യം ഉണ്ടായിരുന്നു, മഹാന്മാർ ഔലിയാക്കളൊക്കെ സ്വപ്നത്തിൽ കണ്ടാൽ അത് സത്യമായിരിക്കുമോ? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലാണ്ട് മറ്റുള്ള തങ്ങളെ രൂപത്തിൽ ഈ ശൈത്താൻ ഒരു ഇബ്ലീസ് വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഔലിയാക്കളെ കോലത്തിൽ അങ്ങനെ വരാൻ സാധ്യത ഉണ്ടോ സ്വപ്നത്തിൽ എന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നു. അസ്സലാമു അലൈക്കും. രണ്ട് ചോദ്യ. വൈറ്റ് ഗോൾഡ് ഗോൾഡല്ല, അത് പ്ലാറ്റിനം എന്നോ മറ്റോ പറയുന്ന മറ്റൊരു ലോഹമാണ്. പുരുഷന്മാർക്ക് അല്ലാഹു തആല ഹറാമാക്കിയത് സ്ത്രീയും അല്ല സ്വർണവും വെള്ളിയും മാത്രമാണ്. സ്വർണം വെള്ളിയല്ലാത്ത രത്നങ്ങളിൽപ്പെട്ട ഏതും പുരുഷന് ഹലാലാണ്. അതിൽപ്പെട്ടതായതുകൊണ്ട് പുരുഷന് ഹലാലാണ്. വൈറ്റ് ഗോൾഡ് എന്ന് പേര് നാടൻ മലയാളം പറയാണ്. അത് അതിന്റെ ശരിയായ പേരല്ല. ശരിയായി അത് മറ്റൊരു ലോഹമാണ്. അത് പുരുഷന്മാർക്ക് ഹലാലാണ്. ഒന്ന്. രണ്ടാമത്തെ എന്ത് പറഞ്ഞ് അർജാസേ? രണ്ട് ചോദ്യം ചോദിച്ചിനിയല്ലോ. പ്ലാറ്റിനം അന്നെ, ഏതായാലും സ്വർണം വെള്ളിയൊന്നുമല്ല, പ്ലാറ്റിനം എന്ന് പറഞ്ഞിട്ട് വേറൊന്നാ. സ്വപ്നം അതാ പടച്ചോനെ. സ്വപ്നം കാണണമെങ്കിൽ AP വിഭാഗം അല്ലാതാകണമെന്നൊരു ഷർത്തുണ്ട്. AP വിഭാഗം അങ്ങനെ കാണാൻ പാടില്ല. കണ്ടാല് മറ്റുള്ളവർ അംഗീകരിക്കുകയാണെങ്കിലേ പുറത്ത് പറയാൻ പാടുള്ളൂ, അല്ലാത്ത പറയാൻ പാടില്ല. മനസ്സിലായോ? അങ്ങനെ ഒരു അലിഖിത നിയമമുണ്ട്. അല്ലെങ്കിൽ ഒരു സ്റ്റേജ് കയറി ചോദ്യം ചെയ്യും. അത് വിഷയം വേറെ. ഇവിടെ വലിയ പ്രശ്നം അതൊന്നുമല്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കണ്ടാൽ അത് യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രൂപത്തിൽ പിശാച് രൂപപ്പെടുകയില്ല. എന്നാൽ അവിടെ അടിവരയിട്ട് മനസ്സിലാക്കേണ്ടതാണ്, എന്നാൽ ഹബീബായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലാത്ത ഔലിയാക്കന്മാര്, ഉസ്താദന്മാര്, മഹാന്മാര്, സ്വാലിഹീങ്ങളുടെ ഒക്കെ വേഷത്തിൽ ഇബ്ലീസ് വരാം. അതുകൊണ്ട് തന്നെ കണ്ടത് യഥാർത്ഥത്തിൽ ഉസ്താദാണെന്നോ അല്ലെങ്കിൽ ഷെയ്ഖാണെന്നോ വലിയാണെന്നോ വിശ്വസിക്കാൻ നിവൃത്തിയില്ല. പിന്നെ എങ്ങനെ വരാം? അള്ളാഹുവിന്റെ ദീനിന് എതിരില്ലാത്ത ശറയിൽ അനുവദനീയമായ കാര്യങ്ങൾ വല്ലതും പറയുകയോ നിർദ്ദേശിക്കുകയോ ചെയ്താൽ ശറഇനോട് യോജിച്ചു നോക്കിയിട്ട് ഒത്തുപോകുന്നതാണെങ്കിൽ അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഇബ്ലീസ് ദിക്റല്ല ഖുർആൻ വരെ പറഞ്ഞുതരും. എന്നിട്ടല്ലേ ദിക്ർ പറഞ്ഞാണ് നിർത്തല്ല, ഖുർആൻ വരെ പറഞ്ഞുതരും. സാക്ഷാൽ ഇബ്ലീസ്. ഇമാം ബുഖാരി റിവായത്ത് ചെയ്ത ഹദീസിലില്ലേ ഹബീബെ, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനെ ഫിത്ർ സക്കാത്ത് ഒരുമിച്ച് കൂട്ടിയത്
നോക്കാൻ ഏൽപ്പിച്ചോർത്ത് കക്കാൻ വന്ന കള്ളന്റെ കഥ ഒന്നാം ദിവസം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പിടിച്ചു. സങ്കടവും പട്ടിണിയും പരിവട്ടവും പറഞ്ഞ് കരഞ്ഞപ്പം വിട്ടു. പിറ്റേ ദിവസം പിടിച്ചു, മൂന്നാം ദിവസം പിടിച്ചു. മൂന്നാം ദിവസം പറഞ്ഞ് എന്തായാലും എന്നെ വിടൂല, ഇന്ന് ഞാൻ റളിയല്ലാഹു വിട്ടുതരൂല എന്ന് ധരിച്ച ആ ശൈത്താൻ, ആ ഇബ്ലീസ്, അവൻ പറഞ്ഞു നിങ്ങൾ പടച്ചോനെ വിചാരിച്ച് ഇന്നെ വിടണം, ഞാൻ നിങ്ങൾക്ക് നല്ലൊരു ഇൽമു പഠിപ്പിച്ചു തരാ. അപ്പൊ ഈ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇൽമ് എന്ന് പറഞ്ഞാൽ ബുഗും, അങ്ങനത്തെ ഒരു സ്വഭാവക്കാരനാണ്. അന്നാ ഈ പറയെന്താന്ന്. അപ്പൊ ഇപ്പം പറഞ്ഞ് നിങ്ങളൊരു കാര്യം ചെയ്യാ, എന്നും രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് ആയത്തുൽ കുർസി ഓതിയാല് അന്ന് നേരം പുലരുന്നത് വരെ ശൈത്താന്റെ ഉപദ്രവം നിങ്ങൾക്ക് ഏൽക്കൂലെന്ന് പറഞ്ഞു വിട്ട്. രാവിലെ വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അബൂ ഹുറൈറ നിങ്ങളെ ബന്ധനസ്ഥൻ എവിടെ ചോദിച്ചു. നബിയെ ഓം എനിക്കൊരു ഇൽമു പഠിപ്പിച്ചു തരാന്ന് പറഞ്ഞ്, അപ്പൊ ഞാൻ വിട്ട എന്ത് ഇൽമാ എനിക്ക് പഠിപ്പിച്ചെന്ന് ചോദിച്ചു. ഇങ്ങനെ ആയത്തുൽ കുർസി ഓതിയാല് ശൈത്താന്റെ ഉപദ്രവം അന്ന് രാത്രി ഉണ്ടാവൂല എന്ന് ഇവൻ പഠിപ്പിച്ചു എന്ന് പറഞ്ഞു. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നഹു സദഖ വ ഇന്നഹു ലകദൂബ്. എപ്പോഴും പുള്ളു മാത്രം പറയുന്ന ശൈത്താനാണത്, പക്ഷേ അപ്പറഞ്ഞത് സത്യാണ്. അപ്പോ ഇവിടെ പ്രത്യേകം മനസ്സിലാക്കണം, ഇബ്ലീസ് പറഞ്ഞു കൊടുത്ത ദിക്റല്ല ചെല്ലുന്നത്. ഇബ്ലീസ് പറഞ്ഞു കൊടുത്തെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ ഇന്നഹു സദഖ, അപ്പറഞ്ഞത് സത്യമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് കൊണ്ട് മുഅ്മിനീങ്ങൾക്ക് അത് സുന്നത്താണ്. ഇബ്ലീസ് പഠിപ്പിച്ചുകൊണ്ടല്ല സുന്നത്തായത്. പക്ഷേ സാക്ഷാൽ ഇബ്ലീസ് തന്നെ ഇബ്ലീസിന്റെ ഉപദ്രവം ഏൽക്കാതിരിക്കാൻ ആവശ്യമായ ഖുർആൻ ഓതാൻ വരെ പഠിപ്പിച്ചെങ്കിൽ സ്വപ്നത്തിൽ ദിക്ർ ചെല്ലാൻ പഠിപ്പിച്ചു എന്നതുകൊണ്ടിട്ട് ആള് ശൈഖല്ല ആയിക്കോളണം എന്നില്ല, ശൈത്താനും ആവാം. ശൈത്താൻ എങ്ങനെയൊക്കെ പേപ്പിക്കാം, ശൈത്താന്റെ പണിയെ നമ്മളെ പേപ്പിക്കാൻ നടക്കലല്ലേ. പക്ഷേ അല്ലാഹു തആല ചെയ്ത വലിയൊരു ഔദാര്യമാണ് മുത്തു മുസ്തഫായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രൂപത്തിൽ വരില്ല. അത് മാത്രമേ എന്തുള്ളൂ, ഉറപ്പുള്ളൂ. ബാക്കി ഏത് മഹാന്റെ രൂപത്തിൽ, സഹാബാക്കളുടെ രൂപത്തിലാവാം, കുത്തുബീങ്ങളുടെ രൂപത്തിലാകാം, മശായിഖന്മാരുടെ രൂപത്തിലാവാം, ഉസ്താദന്മാരുടെ രൂപത്തിലാവാം, ഒക്കെ വന്നിട്ട് ഫിത്നയാക്കും. അവിടെയൊക്കെയുള്ള മാർഗം പരിശുദ്ധ ശരീഅത്തുൽ ഇസ്ലാമിന്റെ നിയമവുമായി ഒത്തുനോക്കുക, അതനുസരിച്ച് യോജിച്ചു പോകുന്നതാണെങ്കിൽ മാത്രം സ്വീകരിക്കുക, അല്ലാത്തത് മുഴുവനും ഉപേക്ഷിക്കുക. സ്വപ്നം സ്വന്തമായി ദീനിൽ ഒരു തെളിവല്ല. ശബ്ദം കേൾക്കാണോ? ഇന്ന് ശബ്ദം കേൾക്കുന്നുണ്ടോ? ഹലോ ഉസ്താദേ, എനിക്ക് ചോദിക്കാനുള്ളത്, ഇവിടെ കുറെ നമ്മള് ഇപ്പം തന്നെ വഹാബികൾ ഇവരൊക്കെ പിന്നെ ഇങ്ങനെ ഓരോ വിവരക്കേട് വിളിച്ചു പറയുമ്പോൾ നമ്മളത് പറയുമ്പോൾ ചില ആളുകൾ നിങ്ങൾ പണ്ഡിതന്മാരെ പറ്റി ഈബത്ത് പറയുന്നവരാണ്. അപ്പൊ ഈ ഈബത്ത് എന്താണ് ഒന്ന് വിശദീകരിച്ചതിന് വലിയ ഉപകാരമായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദ് എനിക്ക് വേണ്ടി ദ്വാരക്കണം, കുറെ പ്രശ്നങ്ങളുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഗീബത്ത് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ദിക്റുക അഹാക ബിമാ യക്റഹു. ഒരു മുസ്ലിമായ മനുഷ്യൻ മറ്റൊരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ച് അവന് ഇഷ്ടമില്ലാത്ത കാര്യം പറയുന്നതിനാണ് ഗീബത്ത് എന്ന് പറയുന്നത്. അപ്പൊ സഹാബാക്കളിൽപ്പെട്ട ഒരാൾ ചോദിച്ചു, ലൗ കാന ഫീ അഖീ മാ അഖൂലു, ഞാൻ ആ പറഞ്ഞ കാര്യം യഥാർത്ഥത്തിൽ തന്നെ അദ്ദേഹത്തിൽ ഉള്ളതാണെങ്കിൽ ആ പറഞ്ഞാൽ അത് ഗീബത്താകുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇൻ കാന ഫീഹി മാ ഖുൽത ഫഖദ് ഇഗ്തബ്തഹു വഇൻ ലം തകുൻ ഫീഹി മാ ഖുൽത ഫഖദ് ബഹത്തഹു. നീ പറഞ്ഞത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൽ ഉള്ളത് തന്നെയാണെങ്കിൽ അതിനാണ് ഗീബത്ത് എന്ന് പറയുന്നത്. ഇല്ലാത്തത് പറയലാണെങ്കിൽ അപരാധം പറയുക എന്നാണ് പേര്. അപ്പം ഒരു മനുഷ്യന് ഇഷ്ടമില്ലാത്തൊരു കാര്യം അദ്ദേഹത്തെ തെറ്റി പറയുമ്പോൾ അത് അയാളിൽ ഉള്ളതാണെങ്കിൽ ഗീബത്തും, ഇല്ലാത്തതാണെങ്കിൽ
ബുഹ്താൻ അഥവാ അപരാധം പറച്ചിലുമാണ്. രണ്ടും ഗീബത്തും ഹറാമുമാവുന്നു. ഉള്ളതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും. ഇല്ലാത്തതാവുമ്പോ രണ്ട് കുറ്റായി, ഉള്ളതാണെങ്കിൽ ഗീബത്തിന്റെ കുറ്റായി. അയാൾക്കത് ഇഷ്ടമുണ്ടോ ഇല്ലേ എന്നാണ് നോട്ടം. നമ്മളത് എടുത്തു പറയുന്നത് കൊണ്ട് അയാൾക്ക് ഇഷ്ടമുണ്ടോ ഇല്ലേ എന്നതാണ്. ഇഷ്ടമില്ലാത്തത് പറയാ. ദിക്റുക അഖാക ബിമാ തക്റഹു, അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. നിന്റെ മുഅ്മിനായ സഹോദരനെ സംബന്ധിച്ച് അവന് ഇഷ്ടമില്ലാത്ത കാര്യം പറയലാണ് ഗീബത്ത്. അപ്പൊ ഇവര് പറയുന്ന പിന്നെ വിവരക്കേടുകൾക്ക് നമ്മൾ മറുപടി നമ്മൾ പറയുന്നത്, അപ്പൊ നമ്മൾ അതിനെ വിമർശിക്കുമ്പോ അത് ഇവര് പറഞ്ഞ ഇവർക്ക് ഇഷ്ടപ്പെടുകയല്ല ഒരിക്കലും. ഇപ്പൊ തന്നെ പിന്നെ വാ തുറന്ന വിവരക്കേട് മാത്രം പറയാൻ നമ്മളിപ്പോ അങ്ങനെ വിമർശിക്കുമ്പോ ഇവരതിനെ ഈപത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? വിവരക്കേട് പറഞ്ഞാൽ ആ കാര്യത്തെ വിമർശിക്കുകയും അതിന് മറുപടി പറയുകയും ചെയ്യണം. വ്യക്തി എന്തിനാ പറയുന്നത്? വ്യക്തിയെ പരാമർശിച്ചുകൊണ്ട് അയാളെ ചെറുതാക്കി അയാളെ കുറ്റപ്പെടുത്തി പറയണ്ടല്ലോ. ആ വിഷയത്തെ വിമർശിക്കാമല്ലോ. വിഷയത്തെ വിമർശിക്കുന്നതിന് കേടില്ല. അല്ല ഞാൻ പിന്നെ ഇവിടെ അംറുൽ മഅറൂഫിനും നഹ്യുൽ മുൻകർ വല്ലതും നടക്കുവോ? ഇസ്ലാം ശരീഅത്തിന് യോജിപ്പില്ലാത്ത, ഇസ്ലാമിനോട് എതിരായ തെറ്റായ വല്ല കാര്യങ്ങളും പ്രചരിപ്പിക്കുന്നതിന് അക്കമിട്ട് മറുപടി പറഞ്ഞ് വിശദീകരണം കൊടുക്കണം. അത് ദീനീ ദഅവത്തിന്റെ ഭാഗമാണ്. പക്ഷേ അതിന് ആളെ പരാമർശിക്കേണ്ട ആവശ്യമില്ലല്ലോ. പരാമർശിക്കാന്ന് പറഞ്ഞാൽ അയാളെ കുറ്റപ്പെടുത്തുക, അയാളെ വ്യക്തിപരമായി ഇകഴ്ത്തുക, അല്ലെങ്കിൽ വ്യക്തിപരമായി ആക്ഷേപിക്കുക, അതിന്റെ ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഈ രംഗത്ത് വളരെ സൂക്ഷ്മത പാലിച്ചില്ലെങ്കിൽ സതുദ്ദേശത്തോടു കൂടി ഇറങ്ങിപ്പുറപ്പെട്ടവർ കുറ്റവാളികളാകാൻ വരെ കാരണമുണ്ട് എന്ന് മഹാന്മാരായ ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളെ പോലുള്ളവർ പ്രത്യേകം ഉണർത്തിയിട്ടുണ്ട്. അതായത് ദീനിന്റെ ദഅവത്ത് രംഗത്ത് പ്രതിയോഗികളുടെ തെറ്റായ പ്രചരണങ്ങളെയും ആശയങ്ങളെയും തുറന്നു കാണിക്കുകയും വസ്തുതകളെ വ്യക്തമാക്കി കൊടുക്കുകയും ചെയ്യുക എന്നത് പണ്ഡിതന്മാരുടെ ധർമ്മമാണ്. അത് ചെയ്യണം. പക്ഷെ ആ ചെയ്യുന്നിടത്ത് ഈ ദീനി ദഅവത്തിന് ആവശ്യമായ കാര്യങ്ങൾ വിശദീകരിക്കുകയും തെറ്റിദ്ധാരണകൾ തിരുത്തുകയും വസ്തുതകൾ വിവരിക്കുകയും ചെയ്യുന്നതിന്റെ അപ്പുറം പോയി ഈ വ്യക്തിയെ കേൾക്കുകയും അയാളെ വ്യക്തിപരമായ സമൂഹത്തിൽ ചെറുതാക്കി കാണിക്കുകയും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഇടക്ക് വന്നു പോകുമ്പോൾ തെറ്റിലേക്ക് പതിക്കാൻ കാരണമുണ്ട്. വളരെ സൂക്ഷിക്കേണ്ടതാണ് എന്ന് ചുരുക്കം. സമയം 5 മിനിറ്റ് കൂടി ഉണ്ടാവും. അത് ഞാൻ നിർത്തും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദേ, ഒന്ന് ചോദ്യം ചോദിക്കാനല്ല, ഒരു ദുആ കൊണ്ട് ഏൽപ്പിക്കാനാണ്. ജ്യേഷ്ഠന്റെ മകള് പ്രസവത്തിന് വേണ്ടി കോളേജിൽ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഓപ്പറേഷൻ വേണമെന്നാണ് പറയുന്നത്. 2-3 ദിവസമായി അവിടെ ആയിട്ട്. അപ്പോൾ എല്ലാം ഒരു പ്രയാസമില്ലാതൊക്കെ സലാമത്തായി കിട്ടാൻ വേണ്ടി ഉസ്താദ് പ്രത്യേകം ഉസ്താദും അതുപോലെ റൂമിന് വസിയത്തിന് വേണ്ടിയാണ് മൈക്കെടുത്തത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഇവിടെ അടുത്ത് ഞാൻ ബഹ്റൈനിലാണ്. ഇന്നലെ ജുമാന്റെ ശേഷം ഒരു മലയാളത്തിലുള്ളൊരു ലഘുലേഖ കിട്ടിയത്. മുജാഹിദിന്റെ ആൾക്കാർ ഇറക്കിയത് തോന്നുന്നുണ്ട്. ബറാത്ത് രാവ് അങ്ങനെ പ്രത്യേക പ്രാധാന്യമൊന്നുമില്ല, ബറാത്ത് എന്ന സംഭവമൊന്നുമില്ല. അതൊക്കെ അങ്ങനെ അതിനെപ്പറ്റി വന്ന ഹദീസുകളൊക്കെ ലൈഫാണ്, അങ്ങനെ ഒക്കെ പറഞ്ഞിട്ട് ആൾക്കാരെ വിശ്വാസാക്കുന്ന രൂപത്തിലുള്ളൊരു ഒരു ലഘുലേഖ കണ്ടു. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു ചുരുങ്ങിയ വിവരണം ഉസ്താദിന് സമയമുണ്ടെങ്കിൽ തരികയാണെങ്കിൽ ഉപകാരമായിരുന്നു. അസ്സലാമു അലൈക്കും. അതിനെ സംബന്ധിച്ച് വിശദമായ പഠനാർഹമായ ക്ലാസ് അതാ ബഹുമാനപ്പെട്ട KKM സൈദി ഉസ്താദ് ഉടനെ എപ്പോഴാണ് 9 അവിടെ പരസ്യം അടിച്ചിട്ടുണ്ടല്ലേ?
ബറാഅത്ത് രാവ് എന്ന വിഷയത്തിൽ ബഹുമാനപ്പെട്ട KKM സൈദി ഉസ്താദിന്റെ ക്ലാസ് ഇന്ന് രാത്രി UAE ടൈം 9:30 ഉണ്ടാവും. അത് നമ്മുടെ പ്രിയപ്പെട്ട SGVയിൽ ലൈവ് ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ അത് സംബന്ധമായ ആധികാരികമായ വിവരം വിശദമായി തന്നെ ബഹുമാനപ്പെട്ട KKM സൈദി ഉസ്താദിന്റെ ക്ലാസ് UAE ടൈം 9:30 ഇന്ന് നടക്കും. ആ ക്ലാസ് എല്ലാവരും ശ്രദ്ധിക്കുക എന്നുണർത്തുന്നു. പിന്നെ ഇതൊക്കെ നോട്ടീസ് നമുക്ക് ആവശ്യമാണല്ലോ. നിങ്ങൾ കണ്ടിട്ടില്ലേ, നാട്ടില് എന്തെങ്കിലും ഒരു പരിപാടി വെച്ചാല് അതിന് ഫ്ലക്സ് ബോർഡും ബാനറും അതുപോലെ തന്നെ വാൾ പോസ്റ്ററും ഒക്കെ അടിക്കുക ഓരോരോ കമ്പനിക്കാരേക്കാരം. എന്നതുപോലെ സുന്നികൾക്ക് മിഅ്റാജ് ആഘോഷിക്കാന്, ബറാഅത്ത് ആചരിക്കാന്, ഇങ്ങനെയുള്ള പുണ്യ ദൈവങ്ങൾക്കൊക്കെ നോട്ടീസ് വഹാബിന്റെ ചെലവിലാണ്. അതിൽപ്പെട്ടൊരു നോട്ടീസാണ് അത്. അതെന്താന്ന് വെച്ചാല് നമ്മളെ പോലത്തെ ചില സുന്നികൾ ഒരു മടിയന്മാരുണ്ടാവും. ഇത്തരമുള്ള പുണ്യകർമ്മങ്ങളിലൊന്നും വേണ്ടത്ര ജാഗ്രതയും ഉത്സാഹവും ഇല്ലാതെ ഇങ്ങനെ വയന്ന് നടക്കുമ്പോൾ ഇങ്ങനെയുള്ള ലക്ഷണം കെട്ട ചില വഹാബി മൗദൂദികള് ചില ലഘുലേഖ എന്ന പേരിൽ അച്ചടിച്ചിറക്കുമ്പോൾ ആ ഉത്സാഹത്തോടു കൂടി സട കുടഞ്ഞ് ഓനങ്ങനെ ചെയ്യാൻ പറ്റും, എന്നാ നമുക്ക് ചെയ്യല്ല വേണം. അങ്ങനെ ഇപ്പൊ കണ്ടില്ല നിങ്ങൾ, പണ്ടൊക്കെ നമ്മളെ നാട്ടിൽ നബിദിന യോഗം എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് മദ്രസയിൽ കുട്ടികളും ഉസ്താദന്മാരും നടത്തിയിരുന്ന, പള്ളിക്കൽ വെച്ചിട്ട് മൗലൂദ് ഓതിയിരുന്ന പരിപാടിയാ. ഇവരിതിനങ്ങോട്ട് എതിർക്കാൻ തുടങ്ങിയതോടുകൂടി ഇന്ന് ലോകാടിസ്ഥാനത്തിലുള്ള മൗലിദ് എവിടെ വരെ എത്തി? ആഗോള മൗലിദ് ആഘോഷം വരെ നമ്മുടെ നാട്ടിൽ വന്നു എന്നതുപോലെ അത് ഞമ്മക്കുള്ള ഒരു പ്രചരണം. പണ്ട് മിഅ്റാജിന്റെ അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദുൽ ഹറാമിൽ ചെന്നിരുന്നപ്പോ എങ്ങനെ തുടങ്ങാന്നുള്ളൊരു അനിശ്ചിതത്വത്തിൽ ഇരിക്കുമ്പോ അബൂജഹൽ അടുത്ത് നിന്ന് നല്ല ലോക്യത്ത് കൂടിയിട്ട് ചോദിച്ചല്ല മുഹമ്മദ് എന്ന് പുതിയത് എന്തെങ്കിലും വാർത്ത ഉണ്ടോന്ന് ചോദിച്ചു. അപ്പൊ ഇതൊരു നല്ല സന്ദർഭമാണല്ലോ എന്നുള്ള എനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പുതിയ വാർത്ത ഉണ്ട് പറഞ്ഞു. എന്താ അത് പുതിയത് ചോദിച്ചു. അത് ഞാൻ ഇന്നലെ രാത്രി ഇവിടെ കണ്ടല്ലോ, നിങ്ങൾ എന്നെ കണ്ട്, ഇപ്പൊ രാവിലെ എന്നെ കണ്ടില്ലേ? അതെ, അതിന്റെ ശേഷം ഞാൻ പിന്നെ ഇന്നലെ രാത്രി ഈലിയായിര മസ്ജിദ് അഖ്സ വരെ പോയി പറഞ്ഞു. അപ്പൊ അവൻ ചോദിച്ചു, എന്നിട്ട് ഇന്ന് നേരം മൂത്തിന് ഇങ്ങോട്ട് തന്നെ എത്തി ചോദിച്ചു. നേരം അപ്പൊ തന്നെ ഇവന് കൂക്കണമെന്നുണ്ട്, പക്ഷെ കൂക്കിയാൽ ആളെ കിട്ടൂലല്ലോ. ഇവൻ നല്ല സമാധാനമായിട്ട് നിന്ന് പുറത്തിങ്ങനെ അഭിനയിച്ചു. പറഞ്ഞല്ല, ഞാൻ ഇവരൊക്കെ ഇങ്ങോട്ട് വിളിച്ചു കൂട്ടാ, എന്നാ ഓരോടൊക്കെ ചെയ്ത് പറയോ ചോദിച്ചു. പറഞ്ഞോളാറിഞ്ഞു. അതിൽ ഇവൻ അവിടെ നിന്നിട്ട് ഉറക്കാണ്ട് വിളിച്ചു. അപ്പൊ ആളുകളൊക്കെ നോക്കുമ്പോ എന്താണ്, പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഒന്നിച്ച്, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂജഹൽ വിളിക്കുന്നത് നബി തങ്ങൾ ഇരിക്കുകയാണ്. എല്ലാരും കൂടി, ആളൊക്കെ കൂടി അടുത്ത് വന്നപ്പോ പറഞ്ഞു എല്ലാരും ഇരിക്കുക. ആരാ? അബൂജഹലാ പറയുന്നത്. ഇരിക്കുക. എല്ലാരും ഇരുന്ന് കഴിഞ്ഞതിന് ശേഷം അബൂജഹൽ പറഞ്ഞ്, അതാ ഓലൊക്കെ വന്നിട്ട് ഓരോടൊക്കെ ജിന്നോട് പറഞ്ഞ ആ കാര്യം ഒന്നാണ് പറയാൻ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ ഇസ്രായേലിനെ സംബന്ധിച്ച് വിവരിച്ചു കൊടുത്തു. അപ്പൊ അവിടെ കണ്ടോ, ഒറ്റയടിക്ക് എല്ലാവരുടെ ചുട്ടിലും എത്താനുള്ള നോട്ടീസ് ആരതാണ്? അബൂജഹലില്ല. എന്നതുപോലെ ഇങ്ങനെയുള്ള ഇബാദത്ത് അതും ഇങ്ങനെ നടന്നോട്ടെ. അതുകൊണ്ട് നമുക്ക് സന്തോഷമേ ഉള്ളൂ, സന്തോഷക്കേടില്ല. കാരണം നമ്മൾ ആളുകൾ അത് പഠിക്കാനും കാരണമാവും, അതോടുകൂടി ഉള്ളത് കൂടുതൽ ജാഗ്രതയോടുകൂടി ചെയ്യാനുമാവും. വിഷയത്തെ സംബന്ധിച്ച് ഇന്ന് രാത്രി UAE ടൈം 9:30 ബഹുമാനപ്പെട്ട KKM സൈദി ഉസ്താദിന്റെ ക്ലാസ് ഉണ്ട്. ആ ക്ലാസ് നമ്മുടെ STV ലൈവ് ഉണ്ടാവും. അത് കേട്ടാൽ അതിന്റെ തെളിവുകളും വിശദീകരണങ്ങളും ഒക്കെ വേണ്ടതുപോലെ ഉണ്ടാവും. സമയം അവതരിച്ചതുകൊണ്ട് ഞാനിപ്പോൾ നിർത്തുകയാണ്. ഒരു സഹോദരൻ തന്റെ ജ്യേഷ്ഠന്റെ മകളുടെ പ്രസവത്തിന് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രയാസം ഇല്ലാതിരിക്കാൻ പ്രത്യേകം ദുആ ചെയ്യണം. ഇപ്പോ തിയേറ്ററിലുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ടും ബഹുമാനപ്പെട്ട ഉമ്മുൽ മുഅ്മിനീൻ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹയുടെയും ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു തആല അൻഹയുടെയും കറാമത്ത് കൊണ്ടും സുഖപ്രസവം അല്ലാഹു തആല കുട്ടിക്ക് എളുപ്പമാക്കട്ടെ. യാതൊരു അപകടവുമില്ലാതെ ഉമ്മക്കും കുട്ടിക്കും ബുദ്ധിമുട്ടും വിഷമങ്ങളൊന്നും ഇല്ലാതെ സുഖപ്രസവം നൽകി അല്ലാഹു തആല ഉമ്മയെയും കുട്ടിയെയും സലാമത്താക്കുമാറാകട്ടെ. സ്വാലിഹായ സന്താനങ്ങൾക്ക് ജന്മം നൽകാനുള്ള ഭാഗ്യം
ആ സഹോദരിക്ക് അല്ലാഹു തആല നൽകുമാറാകട്ടെ എന്ന്